ഏറെക്കാലമായി മമ്മൂക്കയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. മലയാള സിനിമാ പ്രേക്ഷകരും ഒപ്പം മമ്മൂക്കയുടെ ആരാധകരും. ഒടുവിൽ നമ്മുടെ എല്ലാം പ്രതീക്ഷകളെ വാനോളം ഉയർത്തിക്കൊണ്ട് കളങ്കാവലെന്ന സിനിമ റിലീസായി. ആ സിനിമ വലിയ ഹിറ്റായി, സൂപ്പർ ഹിറ്റായി ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. മമ്മൂക്കയുടെ ആദ്യ 100 കോടി നേടുന്ന സിനിമ ഇതായിരിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ആ സിനിമയുടെ തിരക്കഥാകൃത്ത് രണ്ടുപേരാണ്. ആ സിനിമയുടെ സംവിധായകൻ ജിതിൻ, ഒപ്പം ജിഷ്ണു. സ്വാഗതം ജിഷ്ണു ശ്രീകുമാർ. നമസ്കാരം. വലിയ വിജയമാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റർ എന്നതിലുപരി താങ്കളൊരു ബാങ്ക് മാനേജർ കൂടിയാണ്. അപ്പോൾ ഇതിനിടയിലാണ് ഈ സിനിമകളെല്ലാം തന്നെ സംഭവിച്ചത്. കുറുപ്പിൻ്റെ എഴുത്തിൻ്റെ ഒരു ടീമിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ സിനിമയാണ് ഒരു 2 വർഷത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് കുറേയധികം സമയം ഈ സിനിമയുടെ ഗവേഷണം, രചന, ഇതിനൊക്കെ വേണ്ടി സമയം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. സിനിമ തിയേറ്ററുകളിലെത്തി. സിനിമ വലിയ വിജയമായി. ഒരു സംവിധായകൻ്റെ സിനിമ എന്ന പോലെ തന്നെ ഒരു എഴുത്തുകാരൻ്റെ സിനിമ കൂടിയായിട്ട് ഈ സിനിമ വിലയിരുത്തപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്, ഈ ഒരു പ്ലോട്ടിലേക്ക്, ഈ ഒരു സബ്ജക്റ്റിലേക്ക് എത്തിയത്? കളങ്കാവിൽ ശരിക്കും 2020 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ നമുക്കൊരു നല്ല സിനിമ ചെയ്യണം, ആൾക്കാർക്ക് കുറച്ച് ക്യൂരിയോസിറ്റിയൊക്കെ ബിൽഡ് ചെയ്ത്, എന്നാൽ അതിലുപരി നമുക്ക് കുറച്ചൊരു പോലീസ് പരിപാടി തന്നെ പിടിക്കണം എന്നുള്ളൊരു ചിന്ത വന്നിരുന്നു. കുറുപ്പിൻ്റെ ഒരു വിജയം അതിനെ പ്രേരിപ്പിച്ചു. അല്ല അതിന് മുന്നെയാണ്. ആക്ച്വലി കുറിപ്പൊക്കെ റിലീസ് ചെയ്യുന്നതിന് മുന്നെയാണ് ഇതൊരു തോട്ട്. അതെ 2020 കോവിഡ് സമയത്ത് കുറച്ച് നമുക്ക് ഫ്രീ ടൈം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ചിന്തകൾ വന്നു. അതിന് വേണ്ടിയിട്ടൊരു അന്വേഷണം ഉണ്ടായി. ഏതാണ് നല്ലൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കാൻ പറ്റുന്ന സിനിമ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കഥ കിട്ടുക എന്നുള്ളത്. അങ്ങനെ ആലോചിച്ച് വന്ന് കുറേ റെഫറൻസ് മെറ്റീരിയലൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഇതുപോലെ സയനൈഡ് മോഹൻ്റെ ഒരു പരിപാടി വന്നു. ഇതിലേക്ക് നമ്മുടെ ചിന്തകളിലേക്ക് എത്തുകയും അതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ ജിതിനോട് സംസാരിച്ചു. അപ്പോൾ അതിലൊരു സിനിമാറ്റിക് എലമെൻറ്റ് നമുക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി വീണ്ടും നമ്മൾ കുറേ അന്വേഷണമൊക്കെ വന്നു. അതിനുശേഷം ഒരു ഫിക്ഷണലായിട്ടുള്ളൊരു സ്പേസിലേക്ക് എനിക്ക് കുറച്ച് ലേയേഴ്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയപ്പോൾ അത് ഷെയർ ചെയ്തപ്പം അതിലൊരു സിനിമാറ്റിക് ആംഗിൾ ഉണ്ടെന്ന് കണ്ടെത്തി. പിന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അത് എഴുതി തീർക്കാനുണ്ടായത്. അപ്പോൾ അത് വരെയും സയനൈഡ് മോഹൻ ഒരു ബേസ് ആയിരുന്നു. ആ വർഗീയ കലാപത്തിൻ്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കഥ. തിരഞ്ഞ് ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ നടത്തിയ അത്യസാധാരണമായൊരു കുറ്റാന്വേഷണത്തിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഈ സയനൈഡ് മോഹൻ്റെ ഒരു സബ്ജക്റ്റ് കുറേ പേർക്ക് പരിചിതമാണ്. കുറേ പേര് ഈ സിനിമയിലൂടെയാണ് ആ ഒരു ക്യാരക്ടറും ആ ഒരു പ്ലോട്ടിലേക്കൊക്കെ എത്തുന്നത്, ആ പ്ലോട്ടിനെ പരിചയപ്പെടുന്നത്. ആ സിനിമ അങ്ങനെ ആളുകൾക്ക് പരിചിതമായ ഒരു സബ് പ്ലോട്ട്. ഇപ്പോൾ കുറുപ്പിനെ പറ്റി ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറുപ്പ് എന്നുള്ള ക്യാരക്ടർ അനാവശ്യമായിട്ട് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകളൊക്കെ വന്നിരുന്നു. പക്ഷേ കളങ്കാവിലെ മമ്മൂക്കയുടെ കഥാപാത്രം മമ്മൂക്ക ആയതുകൊണ്ട് തന്നെ അത് ഗ്ലോറിഫൈ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത്തരമൊരു ധീരമായൊരു തീരുമാനം ഒരു ആർട്ടിസ്റ്റിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർ ഇമേജിനൊക്കെ പരിഗണിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കൃത്യം ഒരു തീരുമാനത്തിൽ എനിക്ക് തോന്നുന്നു അത് കുറിപ്പിൽ അത് മുഴുവനായിട്ട് പ്രാവർത്തികമായിട്ടുണ്ടോ എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡും ഒരു നിലപാടും ഒരു കൃത്യമായിട്ടുള്ളൊരു ആ ക്യാരക്ടറിന് കൃത്യമായിട്ടൊരു അളവും അതിരും ഒക്കെ ഇടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്? ആക്ച്വലി മമ്മൂക്കയെ കണ്ടുകൊണ്ടല്ല ക്യാരക്ടർ ഫുള്ള് എഴുതി കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ആദ്യം രാജുവേട്ടൻ്റെ അടുത്തിലേക്കാണ് പ്രൊജക്റ്റ് പോയത്. നമ്മളിത് എഴുതി ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിവേക് രാമദേവൻ എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും പിന്നെ CV സാരഥി ചേട്ടൻ, അപ്പോൾ ഇവർ രണ്ടുപേരും വഴി നമ്മൾ പൃഥ്വിരാജിലേക്ക് വരുന്നു. അപ്പോൾ രാജുവേട്ടൻ അത് ഇഷ്ടപ്പെടുന്നു. രാജുവേട്ടൻ തന്നെ ഇത് നമുക്ക് ടേക്ക് ഓവർ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ രാജുവേട്ടൻ വെച്ചിട്ട് ഓഫറാണ്, അപ്പുറത്ത് മമ്മൂക്കയും കൂടി ആയാൽ ഈ പ്രോജക്റ്റ് രസകരമായിരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെ ആൻഡോ ചേട്ടൻ വഴി, ആൻഡോ ജോസഫ് വഴി മമ്മൂക്കയിലെത്തുന്നു. അപ്പോൾ മമ്മൂക്ക അതിലേക്ക് ഇന്നായി. പിന്നെ നമുക്കൊരു കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതൊരു ലെങ്തി പ്രോസസ്സായിരുന്നു. 2021 ഞാൻ ഈ പറയുന്നത്. 4 വർഷം എടുത്തു, ഓൾമോസ്റ്റ് 4 years എടുത്തു നമുക്കത് റിലീസ് ചെയ്യാൻ തന്നെ. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഒരിക്കലും ആരെയും കണ്ടെത്തി എഴുതിയിരുന്നതല്ല. പക്ഷേ പടം എഴുതി കഴിഞ്ഞപ്പോൾ, സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് ലോക്കായപ്പോൾ ഇതിലേക്ക് മമ്മൂക്ക എത്തിയാൽ നന്നായിരിക്കുമെന്നും രാജുവേട്ടൻ എത്തിയാൽ നന്നായിരിക്കുമെന്നും നമുക്കൊരു ചിന്ത വന്നു. അപ്പോൾ കറക്റ്റ് അത് തന്നെയാണ് പിന്നെ സംഭവിച്ചതും. പക്ഷേ എന്നാൽ രാജുവേട്ടന് ഇതുപോലെ എമ്പുരാൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ കാരണം അദ്ദേഹത്തിന് അതിൽ എത്തിപ്പെടാൻ സാധിച്ചില്ല. അതിനുശേഷം ആണ് മമ്മൂക്കയുടെ സജഷനിൽ വിനായകൻ ചേട്ടൻ വരുന്നത്. മമ്മൂക്കയുടെ സജഷൻ ആയിരുന്നു വിനായകനെ കാസ്റ്റ് ചെയ്യാൻ. അതെ കാരണം രാജുവേട്ടൻ മാറുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ശരിക്കും 2 ക്യാരക്ടേഴ്സിന് സ്പേസ് ഉള്ള ഒരു സ്ക്രിപ്റ്റാണ്. ത്രൂ ഔട്ട് ആ പ്രോസസ്സിൽ 2 ക്യാരക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ നിന്ന് മത്സരിച്ച് അഭിനയിക്കേണ്ട ഒരു പരിപാടി അതിലുണ്ട്. അപ്പോൾ മമ്മൂക്കയുടെ സജഷൻ തന്നെയായിരുന്നു
എന്നാൽ നമുക്ക് വിനായകൻ ചേട്ടൻ കൊണ്ടുവന്നാലോ. അപ്പം എനിക്കും അത് നല്ല സജഷനായിട്ട് തോന്നി. കാരണം അതിലൊരു കോൺട്രാസ്റ്റ് ഉണ്ട്. കാരണം ഈ രണ്ട് ക്യാരക്ടേഴ്സും ഗ്രേ ഷെയ്ഡഡാണ്. അപ്പം ആ ഗ്രേ ഷെയ്ഡഡാണെന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റും. ആ സ്പെക്ട്രത്തിൽ നായകൻ വില്ലൻ സങ്കല്പങ്ങൾക്കിപ്പുറം ആ ഒരു സ്പെക്ട്രത്തിൽ നിൽക്കുന്ന രണ്ട് ഗ്രേ ഷെയ്ഡഡ് കഥാപാത്രങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂക്ക വിനായകൻ ചേട്ടനെ പറയുമ്പോൾ നമുക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. അതായത് ശരിക്കും പ്രേക്ഷകർക്കും അത് വിനായകൻ ചേട്ടൻ ഒരു പുതിയ വിനായകൻ ചേട്ടനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം അപ്പോൾ എത്തി. ഈ പറഞ്ഞ പോലെ രണ്ടുപേരുടെയും കരിയറിൽ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു മമ്മൂക്ക നായകനായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം 80കളിലാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ പോസിറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളൊക്കെ തുടർച്ചയായിട്ട് അഭിനയിക്കുന്നു. സ്റ്റാർഡം കിട്ടുന്നു, താരമാവുന്നു, സൂപ്പർ സ്റ്റാർ ആവുന്നു, മെഗാസ്റ്റാർ ആവുന്നു. അതിനൊക്കെ ശേഷം ഈ അടുത്ത കാലത്താണ് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ റോഷാക്കിലാണെങ്കിലും ബ്രഹ്മയുഗത്തിലാണെങ്കിലും ഒക്കെ കുറച്ചുകൂടി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആ രണ്ട് സിനിമകളും അദ്ദേഹം ഒരു ഹീറോ ഇമേജ് തന്നെയാണ്. അതിൽ വില്ലനാവുന്നു അല്ലെങ്കിൽ ആൻറ്റി ഹീറോ ആവുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വട്ടത്തിലൂടെ തന്നെയാണ് ജീവിതം അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ദൃശ്യവൽക്കരിക്കുന്നത്. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ആൻറ്റി ഹീറോ എന്നതിനപ്പുറത്ത് ഒരു വില്ലൻ ഇമേജിൽ തന്നെയാണ് നിൽക്കുന്നത്. പൂർണ്ണമായും ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു താരഭാരത്തിനപ്പുറം ഇദ്ദേഹത്തെ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം ആ ക്യാരക്ടറിൻ്റെ വലുപ്പവും ഒക്കെ മനസ്സിലാക്കി അത് എടുക്കാമെന്ന് പറയുകയായിരുന്നു? അല്ല, ആ ചോദ്യത്തിൽ ചെറിയൊരു ആഡ് ഓണും കൂടിയുണ്ട്. വേറൊന്നുമല്ല, മമ്മൂക്ക എല്ലാ ദശാബ്ദങ്ങളിലും ഓരോ ഡെക്കേഡ്സിൽ ഇതുപോലെ ഓരോ വില്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മുന്നറിയിപ്പ് നമുക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതിന് തൊട്ടുമുമ്പ് പാലേരി മാണിക്യം വന്നിട്ടുണ്ട് 2000-കളിൽ. അതിന് തൊട്ടുമുമ്പ് 90-കളിൽ വിധേയൻ. അപ്പം നമുക്കത് ഞാനൊക്കെ എന്താ പറയുക, ജനിച്ച് വളർന്ന് കാണുന്നതൊക്കെ വിധേയനാണ്. അപ്പം നമുക്ക് ഭാസ്കര പട്ടേലർ അത് വളരെ സ്വാധീനിച്ചൊരു സൃഷ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയവും സ്ലാങ്ങും മോഡുലേഷനും കൊണ്ട് തന്നെ അത് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട ഒരു പടമായിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ മമ്മൂക്ക ഇതുപോലൊരു ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ രസകരമായിരിക്കുമല്ലോ എന്ന് ചിന്ത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മളൊരിക്കലും മമ്മൂക്ക ഇതിൽ സ്റ്റാൻലി ദാസ് അല്ലായിരുന്നു ആദ്യം ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. മമ്മൂക്കയ്ക്ക് ഈ നത്തെന്ന് പറയുന്ന ക്യാരക്ടറായിരുന്നു ആദ്യം ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷേ മമ്മൂക്കയുടെ സജഷനായിരുന്നു, മമ്മൂക്ക സ്വാപ്പ് ചെയ്തായിരുന്നു. മമ്മൂക്ക തന്നെയാണ് സ്റ്റാൻലിയിലേക്ക് വന്നതും വിനായകൻ ചേട്ടൻ നത്തിലേക്ക് ലാൻഡ് ചെയ്തതും. അപ്പോൾ അത് ശരിക്കും അത് വന്നപ്പോഴത്തേക്ക് അതിലുള്ള എക്സൈറ്റ്മെൻറ്റ് ആദ്യം ഒന്ന് ആലോചിച്ച് കഴിയുമ്പോൾ അതിലുള്ള എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര വലുതായിരുന്നു. അത് പിന്നെ ഇതേപോലെ മമ്മൂക്ക ആ താരഭാരമൊന്നും ചിന്തിച്ചല്ല, അദ്ദേഹം വളരെ ഒരു എക്സൈറ്റിംഗ് ഫേസിൽ കൂടിയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ ചിന്തിച്ചാൽ മമ്മൂട്ടി കമ്പനിയിൽ വന്ന എൻ്റെത് 7ാമത്തെ ചിത്രമാണ്. അതിന് മുമ്പുള്ള 6 ചിത്രങ്ങളും വ്യത്യസ്തമാണ്. പ്രമേയങ്ങൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ പാത്രസൃഷ്ടി കൊണ്ടും. ഇപ്പോൾ റൊഷാക്കാണെങ്കിലും നമുക്ക് നൻപകൽ നേരത്ത് മയക്കമാണെങ്കിലും കാതൽ, കണ്ണൂർ സ്ക്വാഡ്, ഇതിലെല്ലാത്തിലും കൃത്യമായൊരു ചലനം ക്യാരക്ടറിലാണെങ്കിലും അതെ തിയേറ്ററിലാണെങ്കിലും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹം കൂടുതലായിട്ട് പല അഡാപ്റ്റേഷൻസ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിച്ച് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകർക്ക്, നവാഗത സംവിധായകർക്കും നവാഗത എഴുത്തുകാർക്കും ഡേറ്റ് കൊടുക്കുന്ന ആൾ കൂടിയാണ്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു 100-ലേറെ പുതിയ സംവിധായകർക്ക് അദ്ദേഹം ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ. അത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇല്ല, മമ്മൂക്ക നമ്മുടെ പോലൊരു കാഷ്വൽ ടോക്കിൽ പറഞ്ഞതാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതായത് സ്വാഭാവികമായിട്ടും പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുമ്പോൾ നമുക്ക് അവരിലുള്ള പ്രതിഭ സ്വാഭാവികമായിട്ടും അവരുടെ ബെസ്റ്റുമായിട്ടായിരിക്കും വരുന്നത്. ഫ്രഷേഴ്സ് ആകുമ്പോൾ അവരുടെ ബെസ്റ്റായിട്ട് അവർക്ക് ഇമ്പ്രസീവായിട്ടുള്ളൊരു തോട്ടും ലേറ്റസ്റ്റ് എല്ലാ ടെക്നിക്സും അറിഞ്ഞുകൊണ്ടായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അവർക്കൊരു അവസരം കൊടുത്താൽ അതിലൂടെ നമുക്കും നല്ലൊരു റോള് കിട്ടും എന്നുള്ള സാറ് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പം അത് ഒരു കാഷ്വൽ സംഭാഷണത്തിൽ കിട്ടിയതാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വിധേയനാണെങ്കിലും പാലേരി മാണിക്കാണെങ്കിലും അതുപോലെ മുന്നറിയിപ്പാണെങ്കിലും തീർച്ചയായിട്ടും ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ഒരു ആസ്പെക്റ്റിലല്ല ആ സിനിമ കൺസീവ് ചെയ്യുന്നതും ആ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യപ്പെടുന്നതും. അതൊരു ഓഫ് ബീറ്റ് സിനിമകളുടെ മൂഡിൽ അതിൽ പാലേരി മാണിക്കും കുറച്ച് ഡിഫറൻ്റ് ആണ്. പക്ഷെ അതിൽ പോലും മമ്മൂക്കയുടെ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ഉണ്ട്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിൽ ഒരു സേഫ് സോണിലൊരു പോസിറ്റീവ് ക്യാരക്ടർ കൂടെ ഉണ്ട്. പക്ഷേ ഈ സിനിമ ഇതിനെല്ലാം തകിടം മറിക്കുന്നു. ഒപ്പം ഒരു 60 കോടിയോളം രൂപ ഇപ്പോൾ കളക്ട് ചെയ്തു എന്ന് പറയപ്പെടുന്നു. ആ ഒരു 80 100-ലേക്ക് അടുക്കുന്നു. അപ്പോൾ 3 സിനിമകൾ അദ്ദേഹം നെഗറ്റീവ് ഷെയ്ഡിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു ബോക്സ് ഓഫീസിൻ്റെ പരിധിയിൽ ഇതൊന്നും അങ്ങനെ വലിയൊരു വിജയങ്ങളായിട്ടില്ല. അപ്പോൾ ഇത്തരം പരീക്ഷണ ചിത്രമായിട്ട് നമ്മൾ ചിലപ്പോൾ ആസ്വദിക്കും. പക്ഷെ തിയേറ്ററിൽ പോയി കാണാൻ ആളുകൾ മടിപിടിക്കും. ഈ പടങ്ങളെല്ലാം തന്നെ ഒരു പണ്ടാണെങ്കിൽ അവാർഡ് സിനിമ എന്നുള്ളൊരു കാറ്റഗറിയിൽ
സിനിമയിൽ ഉൾപ്പെടുത്തും. പക്ഷേ ഈ സിനിമ ഒരേ സമയം തന്നെ ഒരു മാസും ക്ലാസും കൈയടിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വിജയം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് മലയാളി പ്രേക്ഷകരുടെ ഈ ഒരു 4-5 വർഷങ്ങൾ കൊണ്ട് മലയാളിയുടെ ഒരു ആസ്വാദന നിലവാരം ഒരുപാട് ഉയർന്നത് കൊണ്ട് കൂടിയല്ലേ? അതെ അതെ. കാരണം സിനിമാറ്റിക് ലിറ്ററസി ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്, പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസ്. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും ക്രിട്ടിക്കലി ഉയർന്നു നിൽക്കുന്ന പടങ്ങൾ വരുന്നത്. ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രീസും എനിക്ക് തോന്നുന്നു നമ്മളെ വളരെയധികം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് ബോളിവുഡിൽ നിന്ന് പോലും നമ്മുടെ ടെക്നീഷ്യന്മാർക്ക് ഉൾപ്പെടെയുള്ള അവസരങ്ങൾ ഇപ്പം വരുന്നുമുണ്ട്. അപ്പം അവർ നോക്കുമ്പോൾ ഇവിടെ കൃത്യമായ രീതിയിൽ നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല ഡിറക്ഷൻ ഉണ്ട്, എന്നാൽ നമ്മുടെ ആക്ടേഴ്സ് എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ട് അതൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ സിനിമാറ്റിക് ലിറ്ററസി കൂടിയ പ്രേക്ഷകരുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അവർ കമ്പയർ ചെയ്യുന്നത് ഹോളിവുഡുമായിട്ടാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കും ആ രീതിയിൽ നിന്നില്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടാവുന്നത് മോളിവുഡിലാണെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയായിട്ടാണ് കളങ്കാവിലും ഇവിടെ സംഭവിച്ചത്. കാരണം നമ്മൾ തന്നെ ഒരു സ്വയം പരിശോധന ഉണ്ട്. കാരണം ആ കോൺഫിഡൻസ്, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അപ്പോൾ എനിക്ക് ആ കോൺഫിഡൻസ് എന്തായാലും എൻ്റെ വർക്കിൽ കോൺഫിഡൻസ് കാണും. പക്ഷേ നമ്മളത് പുനഃപരിശോധിക്കണം എപ്പോഴും, പുറത്തുള്ള കാരണം മാറ്റങ്ങൾ എപ്പോഴും വരാം. അപ്പോൾ അതുമായിട്ട് നോക്കുമ്പോഴും നമ്മുടെ വർക്ക് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് സധൈര്യം മുന്നോട്ട് പോകാം. അത് ആ ഒരു രീതിയിലാണ് കളങ്കാവിലെ ത്രൂഔട്ട് നമ്മൾ നിന്നിരുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമയുടെ ഒരു പ്ലോട്ട് നിൽക്കുന്നത് ഒരുപാട് വയലൻസിന് സാധ്യതയുള്ള മുഹൂർത്തങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സെക്ഷൽ സീനിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള മുഹൂർത്തങ്ങളുണ്ട്. പക്ഷേ ഇതിൽ രണ്ടിലും വളരെ കൃത്യമായിട്ടുള്ള ഒരു കൈയടക്കം, ഒരു മിതത്വം ഈ സിനിമയിലെ സീനുകളിലാണെങ്കിലും അത് ഷൂട്ട് ചെയ്ത രീതിയിലാണെങ്കിലും മേക്കിങ്ങിലാണെങ്കിലും പുലർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വയലൻസ് കാണിക്കാൻ എവിടെയാണ് അവസരം എന്ന് നോക്കുന്ന സംവിധായകരാണ്. ഏറ്റവും കൂടുതൽ ബ്ലഡ് ഷെഡ് എങ്ങനെയാണ് കാണിക്കാൻ പറ്റുക, നമുക്ക് കഴുത്തറക്കുന്ന ഒരു സീനിൻ്റെ എഫക്റ്റ് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഫേസിൽ കൊണ്ടുവരാം. പക്ഷേ അത് കൃത്യമായിട്ട് ആ മുറിക്കുന്നതിൻ്റെ ക്ലോസ് എങ്ങനെ വെക്കാം, എത്രത്തോളം ചോര തെറിപ്പിക്കാം, ആ ചോര തെറിക്കുന്നത് എത്രത്തോളം മുഖത്ത് വീഴ്ത്താം, ഇങ്ങനെ ഗവേഷണം നടത്തിയിട്ട് സിനിമ തുടങ്ങുമ്പോഴേ ഇത്തരം സീനുകൾ ഉണ്ടെന്ന് രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ ഒരു വാല്യൂ നോക്കിയിട്ട് സിനിമയ്ക്ക് ആളെ കയറ്റുകയും ചെയ്യുന്ന ഒരു കാലത്താണ് മലയാള സിനിമയിൽ കുറേയധികം സിനിമകൾ സംഭവിച്ചിട്ടുള്ളത്. അത് കാണാൻ ഇവിടെ ഒരു ടൈപ്പ് ഓഫ് പ്രേക്ഷകരുണ്ട്. അങ്ങനെയുള്ള ഒരു കാലത്ത് ഇങ്ങനെയൊരു സബ്ജക്റ്റ് കയ്യിൽ കെട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ വയലൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിൽ സീനിൽ വയലൻസ് ഉണ്ട്. പക്ഷേ അതെല്ലാം തന്നെ വളരെയധികം കൈയടക്കത്തോട് കൂടിയിട്ടാണ് ആ വയലൻസ് എഴുത്തിലാണെങ്കിലും എക്സിക്യൂഷനിലാണെങ്കിലും ഇതിൽ നിർവഹിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് സാധ്യമായത്? അല്ല, അതിൽ വയലൻസ് കാണിക്കാൻ വേണ്ടി വയലൻസ് കാണിക്കുന്നതിനോട് എനിക്കൊരു താല്പര്യക്കുറവാണ് ആക്ച്വലി. ബേസിക്കലി അങ്ങനത്തെ ഒരു സിനിമാ സമ്പ്രദായത്തോട് എതിർപ്പുണ്ട്. കാരണം നമ്മുടെ പ്രേക്ഷക വൃന്ദം പല ഏജ് ഗ്രൂപ്പിലുള്ളതാണ്. അപ്പം പലരെയും അത് സ്വാധീനിക്കാം, പലർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തില്ലായിരിക്കും, പല നെഗറ്റീവ് ആസ്പെക്ട്സ് അതിനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എക്സ്പ്ലിസിറ്റ് കണ്ടൻസ് സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ അത് ബോധപൂർവം തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞങ്ങളത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ബോധപൂർവ്വം തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതൊന്നും വേണ്ട. കാരണം നമുക്ക് ഓൾറെഡി ലെജൻഡറി ആയിട്ടുള്ള 2 ആക്ടേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ മമ്മൂക്ക എന്നുള്ള ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വരുമ്പോൾ നമുക്ക് എക്സ്പ്ലിസിറ്റ് കണ്ടൻറ് ഉണ്ടായാലും അതിലൊരു ഫ്രഷ്നെസ് ഉണ്ടാകും. പക്ഷേ അത് വേണ്ട എന്ന് ബോധപൂർവ്വം ആദ്യമേ ഡിസൈഡ് ചെയ്തായിരുന്നു. കാരണം നമുക്കല്ലാതെ തന്നെ നമ്മുടെ സിനിമ സംസാരിക്കുമെന്നുള്ള, കാരണം ആ ക്യാരക്ടറിലായിരുന്നു നമ്മൾ ഫോക്കസ് കൊടുത്തിരുന്നത്. അതിനുപരി ആ സീൻസിനെ എൻഹാൻസ് ചെയ്യാനുള്ള പരിപാടികളെല്ലാം ആ ക്യാരക്ടർ നൽകും. അതാണ് സാർ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വോയിസ് മോഡുലേഷൻ കൊണ്ടാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഈ അഭിനയ സിദ്ധി കൊണ്ടാണെങ്കിൽ അദ്ദേഹം അത് നമുക്ക് തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പ്ലിസിറ്റ് കണ്ടൻസ് അവോയ്ഡ് ചെയ്യാൻ ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ 2 സീനുകളിലാണ് അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിൻ്റെ, ഇപ്പോൾ സ്റ്റാൻലി ദാസ് എന്ന ക്യാരക്ടറിൻ്റെ പേര് ആദ്യം നമുക്ക് വെളിപ്പെടുന്നില്ല. സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിലാണ് ഇദ്ദേഹം ഒരു തമിഴ്നാട്ടിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹം സ്പെഷ്യൽ ബ്രാഞ്ചിനെ മറ്റും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വരുന്ന ഒരാളാണെന്നും ഒക്കെ നമുക്കൊരു ഫസ്റ്റ് ഹാഫോട് കൂടിയിട്ടാണ്. അതുവരെ ഈ ക്യാരക്ടർ ആരാണ് എന്താണെന്നൊന്നും വെളിപ്പെടുന്നില്ല. പക്ഷേ ഈ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം വളരെ കൃത്യമായിട്ട് ആദ്യത്തെ 1-2 സീനിൽ ശ്രുതി രാമേന്ദ്രനോട് പറയുന്ന, ആ ക്യാരക്ടറിനോട് പറയുന്ന ആ ഒരു ഡയലോഗ്സിൽ വളരെ കൃത്യമായിട്ട് വെളിപ്പെടുന്നുണ്ട്. കൊല്ലുന്നതിൻ്റെ ഒരു സുഖം, ഒരു സന്തോഷം, അയാൾ അനുഭവിക്കുന്ന ഒരു കൊലപാതകത്തിൽ ആ ക്യാരക്ടറിന് കിട്ടുന്ന ഒരു ആത്മനിർവൃതി, ഇതെല്ലാം തന്നെ വെളിപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടിയിട്ട് ഒരു കൊലപാതകം കഴിഞ്ഞിട്ട് ഒരു ബാഗിനകത്ത് ഈ മൃതശരീരം നേരെ വലിച്ച് പതുക്കെ ഇങ്ങനെ തട്ടി ഇറക്കി ആ കാറിലേക്ക് കയറ്റി വയ്ക്കുന്ന സീനിലാണെങ്കിലും ഉണ്ട്. അതിനുശേഷം പിന്നെ കുറേ കൊലപാതകങ്ങൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കാണിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു റൂമിൽ. അപ്പോൾ ഇതിലൂടെ ഒക്കെ തന്നെ
ഈ കഥാപാത്രത്തിൻ്റെ ഒരു വളരെ ക്രൂവലായിട്ടുള്ള, വളരെ ഡെവിലിഷായിട്ടുള്ള ഒരു ക്യാരക്ടർ ആർക്ക് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഓരോ ലെയറായിട്ട് ഇങ്ങനെ കയറുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് ശരിക്ക് ആ സിഗരറ്റ് കടിച്ച് തുപ്പുന്ന ഒരു സീൻ. വേണമെങ്കിൽ ആ സിഗരറ്റ് വലിക്കാം, അല്ലെങ്കിൽ ആ നോർമൽ ആ സീനിലെ ആ കൊലപാതകത്തിൻ്റെ ഒരു രൂക്ഷത കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കൊല്ലുന്ന ആളുടെ ഫേസിലേക്ക്, കൊല ചെയ്യപ്പെടുന്ന ആളുടെ ഫേസിലേക്ക് ക്യാമറ തിരിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ കൊല്ലുന്നതിൻ്റെ ഡീറ്റെയിലിംഗ് കാണിക്കുക. ഇപ്പോഴത്തെ സിനിമയിലൊക്കെ കൂടുതൽ അതാണ് സംഭവിക്കാറുള്ളത്. ആ കൊല്ലുന്നതിൻ്റെ ഡീറ്റെയിലിംഗ്, കഴുത്തിൽ കത്തിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമാണോ, പിടിച്ച് ഞെക്കാണോ, എന്താണെങ്കിലും അതിൻ്റെ ഒരു ക്ലോസ് വെച്ചിട്ട് ഡീറ്റെയിലിംഗ്. പക്ഷേ ഇത് ഇദ്ദേഹത്തിൻ്റെ ഫേസിലാണ്, ഇദ്ദേഹത്തിൻ്റെ ഫേസിലേക്ക് ക്യാമറ മൂവ് ചെയ്യുന്നു. അതിനുശേഷം ഈ സിഗരറ്റ് വായിലിടുന്നു, കടിച്ച് തുപ്പുന്നു. വളരെ സിംബോളിക്കായിട്ട്, എന്നാൽ കാണുന്നതിൻ്റെ ഉള്ളിലേക്ക് അത് തറഞ്ഞ് കയറുന്ന രീതിയിൽ ഇത് ആവിഷ്കരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കൊലപാതകത്തിൻ്റെ ഒരു രൂക്ഷത കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കൊലപാതകത്തിൻ്റെ ഡീറ്റെയിൽ കാണിക്കണമെന്നില്ല. ആ കൊല ചെയ്യുന്ന ആളുടെ ഒരു ഫേസിലേക്ക് ക്യാമറ തിരിച്ചാലും ഇതെല്ലാം തന്നെ സംഭവിക്കും. ആ ഒരു സജഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു തോട്ട്, ഈ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കണം അവിടെ അങ്ങനെ ഒരു കൊലപാതകം നടക്കേണ്ടത്. ആ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയായിരുന്നു വന്നത്? അല്ല, ഇത് ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ ഈ ക്യാരക്ടറിൻ്റെ കൊലപാതക ശ്രമങ്ങൾ പലപ്പോഴും മാറുന്നുണ്ട്. ഇപ്പോൾ തുടക്കകാലങ്ങളിൽ ഇദ്ദേഹം ചെയ്ത രീതിയിലല്ല പിന്നീട് സിനിമ നമ്മൾ കാണുമ്പോൾ തന്നെ ആ പ്രോസസ്സ് അദ്ദേഹം കൂടുതൽ അദ്ദേഹം പല ഇൻഫർമേഷനും എൻട്രി ചെയ്ത് അദ്ദേഹത്തിൻ്റെ മോഡസ് ഓഫ് ഓപ്പറാൻഡി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ഈ കൊലപാതകങ്ങളിലും അദ്ദേഹം ഒരളവ് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ. എങ്ങനെയാണ്, മീൻസ് ഒരു തെളിവ് പോലും പുറത്ത് വരാത്ത രീതിയിൽ വേണം അദ്ദേഹത്തിന് അത് എക്സിക്യൂട്ടും ചെയ്യാൻ. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സിഗരറ്റ് ചൂ ചെയ്തുകൊണ്ട് ഒരു പുരുഷനെ കൊല്ലുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ സീനിൽ ഇതുപോലെ നമ്മൾ പറയുന്നത്, കാരണം സിഗരറ്റ് നമ്മുടെ സ്ക്രിപ്റ്റിൽ ഒരു ടൂളാണ്. സിഗരറ്റും പുകച്ചുരുളുകളും ത്രൂ ഔട്ട് നമ്മളൊരു ക്യാരക്ടർ പോലെ തന്നെ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഒരു വാക്ക്മാനും നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ക്യാരക്ടർ ഒരു റണ്ണർ പോലെ ത്രൂ ഔട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്ക്രിപ്റ്റിൽ. അപ്പോൾ ഈ പുകച്ചിലുകളുടെ സാന്നിധ്യവും സിഗരറ്റിൻ്റെ സാന്നിധ്യവും ഈ സീനിൻ്റെ ആവശ്യമായിരുന്നു. അപ്പം മമ്മൂക്കയോട് ഞാനും ജിതിനും അതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചു. അപ്പം മമ്മൂക്ക എടുത്ത് പറഞ്ഞു, സിഗരറ്റ് ഇതിലൊരു ടൂളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സാറിന്, അപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് ഒന്നുകിൽ ചുണ്ടിൽ തന്നെ വെച്ചേക്കാം. അപ്പോൾ ജിതിൻ പറഞ്ഞു ഇല്ലെങ്കിൽ അതൊരു മാസ്ക് ഉണ്ട്, അതായത് ഈ ആക്ടിലോട്ട് തൊട്ട് പോകുന്നതിന് മുമ്പ് കാർ ഒരു മാസ്കായിട്ട് നിൽക്കുന്നുണ്ട്, അവിടെ വെച്ച് ഈ സിഗരറ്റ് സാറിന് ലൂസ് ചെയ്യാം, എന്നിട്ട് സാറിന് ഈ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടാൽ മതി എന്നുള്ള ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടാൽ മതി എന്നായിരുന്നു പറയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഒന്നും മിണ്ടായിരിക്കും, ഞാൻ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സാർ ആ പരിപാടി ചെയ്തത്. അത് സാറിൻ്റെ തന്നെ അതെ, കാരണം സാർ അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു ആ ക്യാരക്ടറിൽ. അപ്പോൾ മമ്മൂക്ക, ഇപ്പോൾ നമ്മളിങ്ങനെ കാണുകയാണ്, മോണിറ്ററിൽ കൂടി ഞാനും ജിതിനും ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. അപ്പോൾ കാണുമ്പോൾ മമ്മൂക്ക ഇതുപോലെ സിഗരറ്റ്, അപ്പോൾ നമ്മളിങ്ങനെ ക്യാമറ ഇങ്ങനെ പാൻ ചെയ്ത് മുകളിലോട്ട് സാറിൻ്റെ ടൈറ്റ് വരുവാണല്ലോ. അപ്പോൾ സാറ് സിഗരറ്റ് അകത്തെടുത്ത് ചവച്ചിട്ട് ഇങ്ങനെ തുപ്പുകയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചം, എൻ്റെ രോമങ്ങളെല്ലാം എണീറ്റ്. അപ്പോൾ ഞാൻ ജിതിനെ ഇങ്ങനെ കാണിച്ചു കയ്യിൽ. അപ്പോൾ കാണിച്ചപ്പോഴത്തേക്ക് അവനും എൻ്റെ കയ്യിൽ രോമാഞ്ചം. അപ്പം അത് നമ്മൾ കട്ട് പറയുന്ന മൊമെൻറ്റിൽ അപ്പം ഞാൻ ഒന്ന് കൈയടിച്ചപ്പോഴത്തേക്ക് സെറ്റ് മൊത്തം നിർത്താത്ത കൈയടിയായിരുന്നു. പിന്നെ നമുക്കൊന്നും കൂടി റീടേക്ക് പോകേണ്ടി വന്നു, അത് വേറെ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ്. പക്ഷേ നമ്മളത് പോയപ്പോൾ സാറ് വീണ്ടും അതിന് മുകളിൽ നിന്നൊരു പെർഫോമൻസ് ആയിരുന്നു. അതാണ് നമ്മളിപ്പോൾ തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ ആസ് എ നമുക്ക് ഒരു മേക്കർ എന്നുള്ള രീതിയിൽ നമുക്ക് കൃത്യമായ രീതിയിൽ ഒരു ഭയങ്കര സംതൃപ്തി നൽകിയ ഒരു സീനായിരുന്നു അത്. മേ ബി അതൊരു കൊലപാതക സീനായിരിക്കും, പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് സാറ് പെർഫോം ചെയ്ത രീതി അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല, മേക്കർ എന്നുള്ള രീതിയിൽ മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സീൻ ആ സിനിമയിലെ ഒരുപാട് കയ്യടി നേടിയപ്പോൾ ഞാൻ അരൂര് ഉള്ളൊരു തിയേറ്ററിൽ നിന്നാണ് ഈ പടം കണ്ടത്, സാനിയ. അപ്പോൾ അവിടെയും ഒരു സെക്കൻഡ് ഷോ ആണ് ഞാൻ കണ്ടത്. അപ്പോൾ ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പോലും അറിയാതെ കൈയടിച്ച് പോകുന്ന, അതിപ്പോൾ ആ ക്യാരക്ടർ ഒരു നെഗറ്റീവ് ഷെയ്ഡാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ മമ്മൂക്കയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൈയടിച്ച് പോകാന്ന് പറഞ്ഞ പോലെ അത് ഗംഭീരമായ സീൻ തന്നെയായിരുന്നു പെർഫോമൻസും. കളങ്കാവിൽ നിന്നുള്ള സിനിമയുടെ, അതുപോലെ തന്നെ ഈ മമ്മൂക്കയുടെ ക്യാരക്ടർ സ്റ്റാൻലി ദാസ് എന്നുള്ള കഥാപാത്രത്തിൻ്റെ അകമ്പടിയായിട്ട്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു അവയവം പോലെ കൂടിയുള്ളതൊരു വാക്ക്മാനാണ്. ഈ വാക്ക്മാനിൽ കേൾക്കുന്ന പാട്ടുകൾ തമിഴ് പശ്ചാത്തലത്തിലുള്ള ഒരു സോങ്ങാണ് ഇതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഈ ക്യാരക്ടറിൻ്റെ തന്നെ ഒരു ഡയമെൻഷൻസൊക്കെ വരുന്നത് ഈ പാട്ടിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ്. ഈ പാട്ട് പലരും വിശ്വസിച്ചിരിക്കുന്നത് ഇത് ഇളയരാജയുടെയോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള വലിയൊരു മ്യൂസിഷ്യൻ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണെന്നാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത്. ആ പാട്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് ഇപ്പോൾ പല സിനിമകളിലും ചെയ്യുന്ന പോലെ ഈ സിനിമയിലേക്ക് എടുത്തു ചേർത്തു, അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ
ആക്ച്വലി ഈ സോങ് ആര് ചെയ്തതാണ്? അല്ലേ, അത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മുജീബ് തന്നെ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ക്രിപ്റ്റിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അത് മമ്മൂക്കയുടെ സാന്നിധ്യം, സ്റ്റാൻലി ദാസിൻ്റെ ക്യാരക്ടറിൻ്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആക്ടിവിറ്റി, ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഈ വാക്മാൻ്റെ പ്രസൻസും ഈ മ്യൂസിക്കിൻ്റെ സാന്നിധ്യം ഉണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സിഗരറ്റും പുകച്ചുരുളുകളും പോലെ അത്രയധികം ബ്ലെൻഡായി കിടക്കുന്നതാണ് ഈ വാക്മാനും ഈ മ്യൂസിക്കും. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു തമിഴ് സോങ് നമുക്കവിടെ വേണം. അത് ഈ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ജിയോ പൊളിറ്റിക്സ് തമിഴ്നാടുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് തമിഴ് സോങ് തന്നെ ചൂസ് ചെയ്തത്. എന്നാൽ അതൊരു റിട്രോ സോങ് ആയിരിക്കണം, അതോടൊപ്പം അതൊരു കുറച്ച് ക്രീപ്പി ആയിട്ടുള്ള എന്നാൽ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു സോങ് വേണം. അങ്ങനെ നമ്മുടെ ഒരു ചിന്തയിൽ നമുക്കത് ഇളയരാജ പാട്ട് തന്നെയാണെന്നുള്ള രീതിയിലാണ് സ്ക്രിപ്റ്റിൽ നമ്മൾ എഴുതി വച്ചിരുന്നത്. പക്ഷേ മുജീബ് നമുക്കൊരു കോൺഫിഡൻസ് നൽകി. അതായത് ഇപ്പോഴത്തെ സിനാരിയോ അറിയാലോ, ഇളയരാജ സാറിൻ്റെ പാട്ടുകൾ എടുത്തുള്ള വിഷയം. അപ്പോൾ മുജീബ് കോൺഫിഡൻസ് നൽകി നമുക്കൊന്ന് ചെയ്തു നോക്കാം. അങ്ങനെ മുജീബ് 1-2 തവണയൊക്കെ വർക്ക് ചെയ്ത് ഒരു ഔട്ട് തന്നപ്പോൾ നമ്മളതങ്ങ് നമുക്കത് പെർഫെക്റ്റ്ലി ഓക്കെ എന്നുള്ളൊരു ഗംഭീരമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇളയരാജയുടെ ഫീലുള്ള ഒരു സോങ് ചിലപ്പോൾ ഇളയരാജ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ അത് ആ കാലഘട്ടത്തിലുള്ള വേറെ ഏതെങ്കിലും ഒരു നല്ല മ്യൂസിക് ഡയറക്ടർ ചെയ്തായിരിക്കും, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി അത് എടുത്തു എന്നാണ് ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഗംഭീരമുണ്ട്. ഹെവിലി ടാലന്റഡ് മ്യൂസീഷ്യനാണ് മുജീബ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ചത്ത പച്ച എന്നുള്ള സിനിമ വരുന്നു, എക്കോ എന്നുള്ള സിനിമ നല്ല മൂവിയായിരുന്നു, ഞാൻ കണ്ട പടമാണ്. അപ്പോൾ അതിലും മ്യൂസിക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് കൊണ്ടാണ് അത് എലിവേറ്റ് ചെയ്തിരിക്കുന്നത് പല സീൻസ്. അതെ, അത് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള 3 പടങ്ങൾ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ഇറങ്ങുന്നു. കിഷ്കിന്ദ കണ്ട ചെയ്തിരുന്നു. അപ്പോൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടർ, അതും ഇതിലെ ഈ ഒരു സോങ്, ഒരു തമിഴ് സോങ്, ഒരു റെട്രോ ഫീലുള്ള സോങ്, ഒരു ക്യാരക്ടറിന്റെ ഒരു വലിപ്പം കൂട്ടുന്നതിൽ ഒരുപാട് പങ്കുവഹിച്ച സോങ്, വളരെ ഗംഭീരമായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് മുജീബിനുള്ളൊരു കഴിവ് ഈ ഒരു ജോണറിൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഈ ഒരു ജോണർ പുള്ളിയുടെ വർക്ക് എടുത്ത് നോക്കിയാൽ കിഷ്കിന്ദ കാണ്ഡം, രേഖാചിത്രം, എക്കോ, ഇപ്പം നമ്മുടെ കളങ്കാവൽ, അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹത്തിന് ഈ ഒരു ജോണറിൽ പർട്ടിക്കുലർലി അദ്ദേഹം വൺ ഓഫ് ദ റിഫൈൻഡ് മ്യൂസീഷ്യൻ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അദ്ദേഹം അത് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്കും കൂടി നമ്മുടെ സീൻസിനെ എലിവേറ്റ് ചെയ്യുന്ന, സ്ക്രിപ്റ്റിനെ കൂടി ഒന്ന് എലിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ആ വാക്മാനും ഈ ഒരു സോങ്ങും ഇല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഒരു പകുതി കഴിഞ്ഞു, അതിന്റെ ഒരു പകുതി നിൽക്കുന്നത് ഈ പാട്ട്, ജീവൻ നിൽക്കുന്നത് ഈ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇനി അടുത്ത അതെ, ഈ പാട്ട് വരുമ്പോൾ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു നമ്മൾ ക്ലൈമാക്സിനോട് അടുപ്പിക്കുമ്പോൾ വിനായകൻ ചേട്ടൻ മമ്മൂക്കയിലേക്ക് അവരുടെ ഒരു സീനിൽ വിനായകൻ ചേട്ടൻ ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ നിലാക്കായ ഇടുമ്പോൾ ശരിക്കും അവിടെ ഞങ്ങൾ ആരും കൈയടി പ്രതീക്ഷിച്ചില്ല, പക്ഷേ ആൾക്കാർ കൈയടിച്ചു. അത് ഈ നിലാക്കായും വന്നപ്പോഴേ, അത് കാരണം ആൾക്കാർ അതിനൊപ്പം ബ്ലെൻഡായി എന്നുള്ളതാണ്. ആ സോങ്ങിനൊപ്പം, ആ സീനിനൊപ്പം, ആ ക്യാരക്ടേഴ്സിനൊപ്പം ബ്ലെൻഡായപ്പോൾ അത് ഞങ്ങൾക്ക് തന്നെ വലിയൊരു അറിവായിരുന്നു. അതായത് മ്യൂസിക് ആൾക്കാർക്ക് അത്രയും ഇൻവോൾവ് ആയി എന്നുള്ളത്. ഈ സാധാരണ നമ്മൾ ഇത്തരം സിനിമകൾ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പോൾ ഈ ഒരു ജോണറിലേക്കുള്ള വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമകളിലൊന്ന് പത്മരാജൻ്റെ ഈ തണുത്ത വെളുപ്പാങ്കാലത്താണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിൽ പറയുന്ന പോലെയുള്ള ഒരു സീരിയൽ കില്ലിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മലയാളത്തിൽ ആദ്യമായിട്ട് വന്നത് ആ സിനിമയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം പത്മരാജൻ്റെ അതിഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ്, നെടുമുടി വേണുവിൻ്റെ നമ്മൾ ആരും കാണാത്ര വില്ലൻ വേഷം, മമ്മൂക്ക തന്നെയാണ് അതിലും നായകൻ. 90-ൽ ഇറങ്ങിയൊരു സിനിമയാണ്. ഒരുപാട് കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിൽ ഇതുപോലെ തന്നെ നെടുമുടിയുടെ ഒരു ക്യാരക്ടർ വരുമ്പോഴേ നമുക്കറിയാം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഈ പടത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. നല്ല രസകരമായിട്ടുള്ളൊരു മ്യൂസിക് അതിനകത്തുണ്ടായിരുന്നു. അപ്പം ഇത്തരം ഒരു ക്യാരക്ടറിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഇതിലെ ഈ പറഞ്ഞ പോലെ മ്യൂസിക് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ ഇതിലെ ലൊക്കേഷനുകൾ, ഒരുപാട് ലൊക്കേഷൻ ഷിഫ്റ്റുകളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തിരുനെൽവേലി, അതുപോലെ തന്നെ കന്യാകുമാരി ബോർഡർ, തിരുവനന്തപുരം തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന കുറേയധികം സ്ഥലങ്ങൾ ഈ സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് ആദ്യം ഇവർ ഈ ക്യാരക്ടറിനെ തപ്പി പോകുന്ന കുറേ സ്ഥലങ്ങൾ, അവിടെ ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന നേരത്ത് വരുന്ന ആട്ടിൻകൂട്ടങ്ങൾ, പിന്നെ ഒരു കുറേയധികം സ്ഥലങ്ങൾ ആ ലൊക്കേഷനിലേക്ക്, ആ ബസ്സിൽ പോകുന്ന സീനുകൾ. അപ്പോൾ അതിൽ നമ്മൾ ശ്രുതി രാമചന്ദ്രൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ള സീനുകൾ നമ്മൾ ഇതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ധന്യയുടെ സീനുകൾ ആ ബസ്സിലൊക്കെ ഇരിക്കുന്ന, തമിഴ്നാട്ടിൽ നമ്മളൊരു ബസ്സിൽ പോകുന്ന പോലെ തോന്നും. ധന്യയുടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അഫ്കോഴ്സ് നമ്മുടെ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റും, ലേഡി ആർട്ടിസ്റ്റും അതിഗംഭീരമായിട്ട്, അത് ഒരു സീനിലാണെങ്കിലും ഒന്നിലധികം സീനിലാണെങ്കിലും എല്ലാവരും ഗംഭീരമായി പെർഫോം ചെയ്ത ആർട്ടിസ്റ്റുകളാണുള്ളത്. ഇപ്പോൾ നമുക്ക് ശ്രുതിയാണെങ്കിലും നമുക്ക് 2-3 സീൻസിലേ ഉള്ളൂ. പക്ഷേ ശ്രുതിയുടെ അടുത്ത് പറയുമ്പോൾ ശ്രുതിയുടെ എക്സൈറ്റ്മെൻറ്റ് ആ സ്ക്രിപ്റ്റും മമ്മൂക്കയായിരുന്നു. അപ്പോൾ ശ്രുതി ഗംഭീരമായി പെർഫോം ചെയ്തെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അവിടെ നിന്ന് അത് കാണുമ്പോൾ നമുക്കൊരു മേക്കേഴ്സ് ആയി ഉണ്ടല്ലോ, അത് കിട്ടി. അതുപോലെ തന്നെയായിരുന്നു ധന്യയുടെ കേസിൽ. അപ്പോൾ ധന്യയുടെ കേസിൽ ഇതുപോലെ ധന്യ എനിക്ക് തോന്നുന്നു 2 ദിവസം മുന്നേ തമിഴ്നാട് വന്ന് ലോക്കൽ ബസ്സിലൊക്കെ സഞ്ചരിച്ച് അവിടുത്തെ ആൾക്കാരുടെ മാനറിസവും സ്ലാങ്ങും ഒക്കെ പഠിച്ചിട്ട്
പെർഫോം ചെയ്തതാണ്. അപ്പോൾ അതിലൊരു പേഴ്സണൽ, കാരണം അതിന് അപ്രിസിയേഷൻ കിട്ടുന്നതും, കാരണം ധന്യ ഓൾറെഡി എനിക്ക് തോന്നുന്നു മമ്മൂക്കയും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധന്യ മീൻസ് ഗംഭീരമായി ചെയ്തു എന്നുള്ളൊരു. മമ്മൂക്ക വന്നത് ക്യാരക്ടേഴ്സ് വെച്ച് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ധന്യയുടെ റോളും ഗംഭീരമായി ചെയ്തു എന്ന് മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് ഒരു അപ്രിസിയേഷൻ വന്നു. പിന്നെ നമുക്കെല്ലാം പേഴ്സണലി ഭയങ്കര താല്പര്യമായിരുന്നു ധന്യയുടെ ക്യാരക്ടർ. അതുപോലെ തന്നെയാണ് ഗായത്രി അരുണിൻ്റെ ക്യാരക്ടറും രജിഷയുടെ ക്യാരക്ടറും. അവരും ഞാൻ പറയില്ലേ, സീൻസിൻ്റെ എണ്ണം നമുക്ക് കുറവാണ്. ഇവരൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ്. അപ്പം ഇവർ ആ സീൻസ് നോക്കിയിട്ടല്ല വന്നേക്കുന്നത്, പക്ഷേ ആ ക്യാരക്ടറിൽ അവർക്കൊരു ഇമ്പാക്റ്റ് കൊടുക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് അവർ നമുക്കൊപ്പം സഞ്ചരിച്ചത്. തീർച്ചയായിട്ടും. കാരണം ഈ ധന്യ അതിന് മുന്നേ അയ്യപ്പനും കോശി എന്നുള്ള സിനിമയിലെ പോലീസുകാരിയായിട്ട് പോലീസ് കോൺസ്റ്റബിളായിട്ട് വന്നിട്ട് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഗംഭീര ക്യാരക്ടർ ഈ സിനിമയിലാണ്. ആ ബസ്സിലേക്ക് ഇരിക്കുന്ന നേരത്തിലുള്ള ആളുടെ ഒരു സുരക്ഷിത. അല്ല, ഇതിൽ നല്ല അപ്രീസിയേഷൻ ധന്യക്കും കിട്ടി. ക്രിട്ടിക്കലി ഒരുപാട് പേര് പോസ്റ്റ് ഇടുന്നു, ഒരുപാട് പേര്. അപ്പോൾ ഞാൻ തന്നെ ധന്യക്ക് പലതും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധന്യക്കും ആ ഒരു സന്തോഷമുണ്ട്. മീൻസ് അത് ആൾക്കാർ ശ്രദ്ധിച്ചു. കാരണം ആ ഒരു എഫേർട്സ് ഞാൻ പറയില്ല, 2 ദിവസം വന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, ലോക്കലി ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, ആ സ്ലാങ് പഠിക്കുന്നു. അത് കറക്റ്റ് ഒരു തമിഴ് വില്ലേജ് ഗേൾ എന്ന് പറഞ്ഞ ഒരു പരിപാടിയിലേക്ക് ധന്യ ലാൻഡ് ചെയ്തായിരുന്നു ആ ക്യാരക്ടറിനെ കൊണ്ട്. ഈ 4 കഥാപാത്രങ്ങൾ ഇപ്പോൾ നമ്മൾ ശ്രുതി രാമചന്ദ്രൻ, അതിനുശേഷം ധന്യയുടെ ക്യാരക്ടർ, ഗായത്രി അരുണിൻ്റെ ക്യാരക്ടർ, രജിഷ വിജയൻ്റെ ക്യാരക്ടർ, അങ്ങനെ ഒരുപാട് നായികമാരുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നായികമാരുള്ളപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ നായികയ്ക്ക് ചില ഇമ്പോർട്ടൻസ് കുറയുന്നു, അല്ലെങ്കിൽ വിചാരിച്ച വലിപ്പം ഇല്ലാതെ വരുന്നു. ഇത്രയധികം നായികമാർ വരുമ്പോൾ തന്നെ ഈ ക്യാരക്ടർ നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് പലർക്കും ഡൗട്ടുകൾ ഉണ്ടാവും. ആദ്യം വളരെ സന്തോഷമായിരിക്കും മമ്മൂക്കയുടെ നായികയാവുന്നു, പക്ഷെ പിന്നീട് അറിയുന്നത് ഞാൻ മാത്രമല്ല നായിക, ഒരുപാട് പേരുണ്ട്. ഇവർ തങ്ങളിൽ പരസ്പരം ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. 1-2 ഇതുവരെ ഇവരാരും അങ്ങോട്ട് അറിഞ്ഞിട്ടില്ല. ആക്ച്വലി നമ്മുടെ പ്രീ റിലീസ് ഇവൻ്റ് ഒരെണ്ണം ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു 1-2 പേർക്ക് മാത്രം പരസ്പരം ഇങ്ങനെ അറിയാമെന്നുള്ളതായിരുന്നുള്ളൂ. ബാക്കി പലർക്കും പരസ്പരം അറിയില്ലായിരുന്നു ഞാൻ കളങ്കാവിലുണ്ട്, നീ കളങ്കാവിലുണ്ട്. അപ്പം അങ്ങനെ ഒരു സീക്രസിയും കൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. കാരണം അപ്പോഴാണ് ചിലപ്പോൾ നമുക്ക് ഇത്രയും വലിയ, ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടുള്ള പോലെ ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് സിനിമയിൽ വലിയ തർക്കങ്ങളായിരുന്നു. അത് കാരണം അതിൽ നായികയായിട്ട് കാവ്യയുടെ അടുത്ത് ലാൽ ജോസ് സാറ് പറയുന്നു, പക്ഷേ അതിൽ പ്രധാന ഒരു സീൻ ചെയ്യുന്ന രാധിക എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് കാവ്യമാധവനെ എഴുതുന്ന സ്കിപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷേ പുതിയ കാലത്ത് നായകന്മാർ കുറച്ചുകൂടി ആ രീതിയിൽ ചിന്തിക്കുന്നവരല്ല. പക്ഷെ എന്നാലും 1, 2, 3 നായികമാരല്ലല്ലോ, ഒരുപാട് നായികമാരാണ്. അപ്പോൾ അത്രയും നമ്മൾ സിനിമയോട് പാഷനേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു വലുപ്പം സ്വയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കഥാപാത്രത്തിന് മാത്രമേ, ഒരു ആക്ട്രസിന് മാത്രമേയാണ് ആ കഥാപാത്രത്തെ സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ നിങ്ങൾ കുറച്ചൊരു രഹസ്യ സ്വഭാവം തുടക്കത്തിൽ. അല്ല, എല്ലാവരും ലീഡ് ആർട്ടിസ്റ്റാണ്. ഇപ്പം നമുക്ക് ആരെ അങ്ങനെ പറയാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ ഇതിൽ നമ്മൾ ഏകദേശം ഒരു 24ഓളം ഫീമെയിൽ ആർട്ടിസ്റ്റ് വന്നു പോകുന്നുണ്ട്. അതിൽ 3-4 പേര് കുറേയധികം സിനിമകളിൽ സിംഗിൾ ഹീറോയിനായിട്ട് വന്നിട്ടുള്ളവരാണ്. മാർക്കറ്റുള്ള ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ 1-2 സീനിലായിട്ട് ഇൻവൈറ്റ് ചെയ്താൽ പോലും എനിക്ക് തോന്നുന്നു അവർക്കൊരു പേഴ്സണലി ഹൈ വന്നത് മമ്മൂക്കയുണ്ട് കൂടെ. അതാണ് ഓഫ്കോഴ്സ്, നമ്മൾ ഇനി എന്ത് സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നാൽ പോലും അവരുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ മമ്മൂക്കയോടൊപ്പം ഉള്ള ഒരു സീനാണ്. അത് മലയാളികളെല്ലാവരും ഈ നടനാകാൻ അല്ലെങ്കിൽ നടിയാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുക എന്നുള്ളത് അവരുടെ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതും കൂടി ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അവരുടെ ക്യാരക്ടേഴ്സ് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിന് നമുക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ സിനിമയ്ക്ക് ശേഷവും ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം ക്യാരക്ടേഴ്സും ആൾക്കാരുടെ സംസാരിക്കുന്നത്. വീണ്ടും വീണ്ടും പല പോസ്റ്റുകൾ വരുന്നു, അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ വരുന്നു, റീൽസ് വരുന്നു. അങ്ങനെ കുറേയധികം നായികമാരില്ലേ, അവസാന ഭാഗത്ത് ഏറ്റവും അതിഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ചത് ഗായത്രിയാണ്. ഗായത്രിയുടെ ക്യാരക്ടറിലൂടെയാണ് സിനിമയ്ക്കൊരു ക്ലൈമാക്സ് ഒക്കെ സംഭവിക്കുന്നത്. ഗായത്രി മമ്മൂക്കയായിട്ടുള്ള കോമ്പിനേഷൻ സീൻ വലിയ ഹിറ്റാണ്. അതിലെ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇപ്പോൾ വീണ്ടും വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുന്നു. ആ സീനുകളിലെ ഗായത്രിയുടെ പെർഫോമൻസും മമ്മൂക്കയുടെ പെർഫോമൻസും, അത് സിംഗ് സൗണ്ടിൽ ഈ സിനിമ ചെയ്തതിൻ്റെ എല്ലാ മനോഹാരിതയുള്ള ഒരു സീനാണ്. കാരണം അത്രയ്ക്കും ആർദ്രമായിട്ടുള്ളൊരു പ്രണയ നിമിഷങ്ങൾ, മമ്മൂക്കയുടെ സൗണ്ട് മോഡുലേഷൻ്റെ എല്ലാ ഭംഗിയും അതിനകത്ത് ഒപ്പിവെച്ചിട്ടുണ്ട്. തിരിച്ചും ഗായത്രിയുടെ വളരെ ചെറിയ ചെറിയ സട്ടിലായിട്ടുള്ള എക്സ്പ്രഷൻസ് എല്ലാം വളരെ ഭംഗിയുള്ളതാണ്. ആ ഒരു സീനൊക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും മമ്മൂക്ക എന്ന ആക്ടറെ സംബന്ധിച്ച്, മമ്മൂക്ക എന്ന നടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രണയം അഭിനയിക്കാൻ കഴിയില്ല എന്ന് ഒരു കാലത്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരു നമ്മൾ ഈ പറയുന്ന പോലെ ദാസേട്ടൻ്റെ ശബ്ദം കൊള്ളില്ല എന്ന് ആകാശവാണി ഒരു സമയത്ത് വിധി എഴുതി എന്ന് പറയുന്ന പോലെ അത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്
വളരെ മനോഹരമായിട്ട് തൻ്റെ 70 വയസ്സ് പിന്നിട്ട സമയത്ത് ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയലോഗ്സൊക്കെ പ്രത്യേകിച്ച് സിങ് സൗണ്ടാണ് സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും നൽകുന്നുണ്ട്. ഒരു റൈറ്റർ എന്ന രീതിയിൽ ഇതിലെ ഡയലോഗ്സും ആ ഡയലോഗ്സ് ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഇംപ്രവൈസ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ആ ഒരു ബ്ലെൻഡ് എങ്ങനെയായിരുന്നു, പ്രത്യേകിച്ച് ഈ സീനൊക്കെ? ഈ സീനിൽ പിന്നെ എന്തൊരു പ്രശ്നമെന്ന് സാർ പറയുന്നുണ്ട്. പിന്നെ എന്തൊരു പ്രശ്നം എങ്ങനെ പറയുന്നത്. അപ്പോൾ അത് ഒരു മേക്കറിനെ, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച്, ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നൊരു, എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ്, ജിതിൻ്റെ അതെ. അപ്പോൾ ഞങ്ങൾ ഇത് എഴുതി വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ തീരുമാനിച്ചു ഈ 2 ക്യാരക്ടേഴ്സും തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കുന്ന ആൾക്കാരാണെന്നുള്ളത്. നമ്മുടെ ഒരു സേഫ് സോണും നമുക്ക് ഏറ്റവും കൂടുതൽ വഴങ്ങുന്നൊരു, അല്ല സേഫ് സോണിനേക്കാൾ ഉപരി ആ കഥ നടക്കുന്ന ഏരിയ അങ്ങനത്തെ ഒരു ബോർഡറാണ്, തമിഴ്നാട് കേരള ബോർഡറാണ്. അപ്പോൾ കളിക്കുള്ള ഭാഗത്ത് സംസാരിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഷ ഈ നീട്ടലുള്ള ഒരു തിരുവനന്തപുരം സ്ലാങ് ആണ്. എന്നാൽ നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മൾ കേട്ട മിമിക്ക് ചെയ്യപ്പെടുന്ന തിരുവനന്തപുരം സ്ലാങ് അല്ല. അപ്പോൾ അതിൽ കൃത്യമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. കാരണം അങ്ങനെയല്ല എനിക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്ന അത്രയും നീട്ടലില്ല. ഇപ്പോൾ രാജമാണിക്യത്തിൽ സാറ് ചെയ്ത ഒരു സ്ലാങ് ഉണ്ട്, അത് ഗംഭീരമായൊരു സ്ലാങ് ആണ്. പക്ഷേ എന്നാൽ ഇൻ റിയാലിറ്റി നമുക്ക് കുറച്ചും കൂടി ഒരു നീട്ടലൊക്കെ കുറച്ച്, എന്നാൽ പക്ഷേ കുറച്ച് വേർഡ്സൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്നൊരു തിരുവനന്തപുരം സ്ലാങ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ സാറിൻ്റെ അടുത്ത് മമ്മൂക്കയായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും മമ്മൂക്ക എന്നെ പറഞ്ഞു, എന്നാൽ എന്നെ ആ സ്ലാങ് ഒന്ന് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അന്വേഷിച്ച കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പറയാം. അങ്ങനെ 2-3 ദിവസം സാറിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ മമ്മൂക്കയെ പറ്റി പറയുമ്പോൾ ഈ പറഞ്ഞ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പോലെ ഞാനൊരു സമയത്ത് ഒരു ചാനലിന് വേണ്ടി എഴുതിയത് എൻ്റെ ഭാഷാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. കാരണം മമ്മൂക്ക അത്രമാത്രം ഒരു ലാംഗ്വേജിൽ, ആ ലാംഗ്വേജ് നമ്മൾ ഈ പറയുന്ന പോലെ 6 മലയാളിക്ക് 100 മലയാളം എന്ന് പറയും. അതുപോലെ അത്രയധികം മലയാളങ്ങൾ സംസാരിച്ച് അതിൽ പ്രൂവ് ചെയ്തൊരു മനുഷ്യനാണ്. 6 മലയാളിക്ക് 100 മലയാളം എന്ന് പറയുമ്പോൾ തന്നെ മമ്മൂക്കയുടെ വീട്ടിൽ വെച്ച് ഇതുപോലെ സ്ലാങ്ങിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ സാറിനെ കൺവിൻസ് ചെയ്യണമായിരുന്നല്ലോ. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നിങ്ങളൊന്ന് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ അങ്ങറ്റം മുതൽ, അതായത് തിരുവനന്തപുരത്തെ രാജമാണിക്യം സ്ലാങ്, കോട്ടയം കുഞ്ഞച്ചൻ്റെ സ്ലാങ്, ഇടുക്കിയുടെ സ്ലാങ്, എറണാകുളത്തിൻ്റെ സ്ലാങ്, ഈ തൃശ്ശൂർക്കാരുടെ സ്ലാങ് തൊട്ട് കണ്ണൂർ, മലബാർ എല്ലാം സാർ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. കാസർഗോഡ് തന്നെ ഒരു 3 സിനിമയിൽ 3 വ്യത്യസ്ത സ്ലാങ് ആണ്. വിധേയനിലൊരു സ്ലാങ്, പിന്നെ ചട്ടമ്പിനാട്ടിൽ വേറെ സ്ലാങ്. അല്ല അത് മമ്മൂക്ക വളരെ കൃത്യമായി ഇപ്പോൾ കന്നഡ സംസാരിക്കുന്ന ഒരു മലയാളി, അതായത് കന്നഡക്കാരൻ എങ്ങനെ മലയാളം സംസാരിക്കുന്നു എന്നുള്ള രാജാതിരാജയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. മമ്മൂക്ക അത് എങ്ങനെ ഡെലിവറി ചെയ്യുന്നു എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. ഇപ്പോൾ ഞാൻ ഈ സ്ലാങ് പറഞ്ഞു, ഇപ്പോൾ മമ്മൂക്ക ഓൾറെഡി രാജമാണിക്യത്തിൽ ഒരു തിരുവനന്തപുരം സ്ലാങ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സ്ലാങ് മമ്മൂക്ക വേറൊരു പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. അത് വളരെ മിനിമലായിട്ടുള്ള, എന്നാൽ ആ സൈഡിൽ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്കൊക്കെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ലാങ്ങാണ് മമ്മൂക്ക ചെയ്തിരിക്കുന്നത്. അത് ഗംഭീരമായി തന്നെ എനിക്ക് തോന്നുന്നു സിനിമയിൽ എല്ലാവരും സ്വീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ വിനായകൻ ചേട്ടൻ വന്നപ്പോൾ നമുക്ക് ആ സ്ലാങ് നമ്മൾ ഒഴിവാക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുകയും വിനായകൻ ചേട്ടൻ നോർമൽ, കാരണം ട്രാൻസ്ഫറായി പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ സ്ലാങ് പിടിക്കണ്ട എന്നുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു. മമ്മൂക്കയുടെ ക്യാരക്ടർ എന്ന സ്ലാങ്ങിൽ തന്നെ നിന്ന് പോകണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് ഗായത്രിയുടെ സീനിലാണെങ്കിൽ അദ്ദേഹം സ്ലാങ്ങിൻ്റെ എലിവേഷൻസ് ഒക്കെ വളരെ കൃത്യമായി മാർക്ക് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ സട്ടിലായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് 2 പേരുടെ സൈഡിൽ നിന്നും വരുന്നത്. മമ്മൂക്ക ഇവിടെ മാക്സിമം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗായത്രിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ മുല്ലപ്പൂമ്പടി സ്ഥിരം നമ്മുടെ ഡയലോഗ് പോലെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയ പ്രവാഹം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പിടിച്ചു നോക്കുമല്ലോ. അതെ, ആ സീൻ എനിക്കൊന്ന് ഭയങ്കര ഇപ്പം റിപ്പീറ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളൊരു സ്നീക്ക് പീക്കും വിട്ടായിരുന്നു. അപ്പോൾ അത് രസകരമായൊരു കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്നീക്ക് പീക്കും വിട്ടായിരുന്നു. പിന്നെ അതുപോലെ ഇപ്പോൾ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചു. അതുപോലെ തന്നെ വിനായകൻ്റെ ക്യാരക്ടർ, വിനായകനെ നമ്മൾ ഇതുവരെ കാണുന്ന വിനായകൻ്റെ ഒരു ആക്ടിങ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി ഒരു തുറന്നു വിട്ടൊരു അഭിനയമാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഒഴുക്കുള്ളൊരു അഭിനയമാണ്. ഇത് കുറച്ചുകൂടി റെസ്ട്രിക്റ്റഡ് ആണ്. ഒരു യൂണിഫോമിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു വലിയ വലിയ ബഹളങ്ങളും കാര്യങ്ങൾക്കുള്ളൊരു സ്പേസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിനായകനെ അങ്ങനെ ഒരു യൂണിഫോമിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ആർക്കിലോ കണ്ട് ശീലമില്ലാത്തവർക്ക് വിനായകനെ ഉൾക്കൊള്ളാൻ തന്നെ ആദ്യം പ്രയാസമായിരുന്നു. വിനായകൻ ഇങ്ങനെയല്ല, ഞങ്ങളുടെ വിനായകൻ ഇങ്ങനെയല്ല എന്ന് പറയുന്ന പോലെ ഉള്ള ഡയലോഗായിരുന്നു. പക്ഷേ വിനായകൻ അതിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. ഒരു കൗതുകത്തിനപ്പുറം ഈ ക്യാരക്ടർ, ഇപ്പം നത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ, സ്പെഷ്യൽ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ആ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വിനായകനല്ലാതെ മറ്റൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വിനായകൻ അത് മനോഹരാക്കിയിട്ടുണ്ട്. അപ്പോൾ പൃഥ്വിരാജ് ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ അത് വിനായകനിലേക്ക്
സിനിമയിലേക്ക് എത്തി. അത് മമ്മൂക്കയുടെ സജഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. വിനായകൻ്റെ ഒരു പെർഫോമൻസ് റേഞ്ച് ഇപ്പോൾ പലപ്പോഴും നമ്മൾ മറ്റ് സിനിമകളിൽ നമ്മൾ കാണുന്നു, പക്ഷെ നമ്മുടെ സ്വന്തം സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുമ്പോഴാണല്ലോ ആ കഥാപാത്രത്തെ നമുക്ക് ആർട്ടിസ്റ്റിനെ നമുക്ക് കൂടുതൽ അടുത്തറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ താങ്കൾ എഴുതി വെക്കുന്നു, ഒരു ആർട്ടിസ്റ്റ് അത് പെർഫോം ചെയ്യുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അത് ഈ നെവർ സീൻ മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഒരു ടാഗ് ലൈനൊക്കെ ഇടയ്ക്ക് 1-2 പോസ്റ്ററിൽ വന്നിരുന്നത്. അതുപോലെ നെവർ സീൻ വിനായകൻ ചേട്ടനാണ്. അപ്പോൾ ഇതിനു മുമ്പേ വിനായകൻ ചേട്ടൻ ചെയ്തിരുന്ന ക്യാരക്ടേഴ്സൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഭയങ്കരമായി പെർഫോം ചെയ്യുന്ന ഒരു ലെജൻഡറി ആക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് അക്രോസ് ദ ഇൻഡസ്ട്രീസ് അദ്ദേഹം ജയിലറിലെ രജനീകാന്തുമായിട്ടൊക്കെ അഭിനയിച്ച് നിൽക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ ഈ കഥയൊക്കെ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ചെയ്യാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതിന് അദ്ദേഹം 1-2 ഷൂട്ട് മാറ്റിയിട്ട് നമ്മളതിന് മുന്നേ കയറിയതായിരുന്നു വിനായകൻ ചേട്ടൻ്റെ. അപ്പോൾ വിനായകൻ ചേട്ടനുള്ള എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതുപോലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുത്തി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂണിഫോം ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പം ഇവർ ഇതുപോലെ യൂണിഫോം നിൽക്കുമ്പോഴുള്ളൊരു ശരീരഭാഷയോ അല്ലെങ്കിൽ അവരുടെ ഭാഷാപ്രയോഗങ്ങളോ അല്ല സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിൽക്കുമ്പോൾ അവർക്ക് ഉപയോഗിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അവരുടെ അന്വേഷണ രീതികൾ പോലും മാറും. ഒരു ഇച്ചിരി പതുങ്ങി നിൽക്കുകയും എന്നാൽ അന്വേഷണത്തിൽ മികവുറ്റ ഓഫീസർമാരായിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ ക്യാരക്ടർ ഡിസൈൻ ചെയ്തത് തന്നെ അങ്ങനെയായിരുന്നു നത്ത്. അപ്പോൾ എൻ്റെ അച്ഛനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം അദ്ദേഹം ഇതുപോലെ വളരെ കൃത്യമായ കുറച്ചധികം കേസുകളൊക്കെ അന്വേഷിച്ച് തെളിയിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ രീതിയിൽ നിന്നാണ് ഞാനിത് അഡാപ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കുറേ സുഹൃത്തുക്കൾ അച്ഛൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛൻ്റെ സൗഹൃദങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പം അവരിതുപോലെ എന്നാൽ ഒരുപാട് ഇങ്ങനെ നമ്മൾ കാണുന്ന സൂപ്പർ ഹീറോ കോപ്സ് അല്ലാത്ത പോലീസുകാർ, റിയൽ പോലീസുകാർ. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എപ്പോഴാണെങ്കിലും ഒരു കഥ ചെയ്യുമ്പോൾ ഒരു റിയൽ കോപ്പ് എന്നുള്ള രീതിയിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിൽ എന്ന സാധാരണ ഒരു മനുഷ്യൻ അദ്ദേഹം അന്വേഷിക്കാൻ ഇറങ്ങുന്നു. എന്നാൽ അദ്ദേഹത്തിന് കൃത്യമായ ധാരണകളുണ്ട്. എങ്ങനെ പ്രതിയിലേക്ക് എത്തണം, എങ്ങനെ പ്രതികളെ ഡീൽ ചെയ്യണം, എങ്ങനെ സെക്ഷൻ ഇട്ട് വിടുക, അല്ലെങ്കിൽ എങ്ങനെ അയാളെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലൊക്കെ ധാരണയുള്ള ഒരു പോലീസുകാരൻ എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തതാണ് നത്തിനെ. അത് അച്ഛൻ്റെ തന്നെ കൂടെയുള്ള പല ഉദ്യോഗസ്ഥരുടെയും ഇരട്ടപ്പേരുകളൊക്കെ ഇങ്ങനെ നമുക്കറിയാലോ, പോലീസുകാർക്ക് പല ഇരട്ടപ്പേരുകളുണ്ട്. അപ്പോൾ ഈ ഇരട്ടപ്പേരുകളൊക്കെ അച്ഛൻ്റെ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അച്ഛനിങ്ങനെ സൗഹൃദത്തിൽ ഫോണിൽ സംഭാഷണം നടന്നു പോയാൽ ആര് വിളിച്ചതെന്ന് ചോദിച്ചുമ്പോൾ ഇന്ന ആൾ എന്ന് പറയും. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഓരോ പേരുകൾ പറയാം. എനിക്ക് ഇതിൽ നമ്മൾ നത്തുന്ന ഇട്ടു. അപ്പോൾ നത്തുന്ന പേരിലേക്ക് അങ്ങനെയാണ് ലാൻഡ് ചെയ്തത്. ഇപ്പോൾ ഞാനിങ്ങനെ 3-4 പേര് എനിക്ക് തോന്നുന്നു ആദ്യം ഇതുപോലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് കൊഞ്ചെന്നോ മിന്നലെന്നൊക്കെ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അള്ളു രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ അള്ളു രാമേന്ദ്രൻ ഓൾറെഡി വന്നു ചാക്കോച്ചൻ്റെ. അപ്പോൾ അത് ഞാൻ സാരചേട്ടൻ്റെ അടുത്തും പറഞ്ഞു, ചേട്ടാ നമ്മുടെ തിരുവനന്തപുരത്തുള്ളൊരു പോലീസുകാരനല്ലേ, അപ്പോൾ പറഞ്ഞു അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഒന്നിലധികം പോലീസ് റെഫറൻസ് നമ്മൾ ക്യാരക്ടർ റെഫറൻസ് എടുത്തു. അപ്പോൾ അതിലാണ് നത്ത് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നത്തിൻ്റെ ഒരു പ്രകൃതം വെച്ചിട്ട് പകൽ സമയം മൊത്തം ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു ആളാണ്. നമുക്ക് തന്നെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ കനൽക്കാറ്റിലെ. അതെ പക്ഷെ നമുക്ക് ഇന്നുവരെ അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് എപ്പോഴും ഒരിക്കലും ഇങ്ങനെ പറയും ഞാനിങ്ങനെ നത്തെന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഈ ക്യാരക്ടർ ഡിസൈൻ ചെയ്ത് അപ്പോഴേ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല. പിന്നീടാണ് ഇങ്ങനെ ഒരു കനൽക്കാറ്റിൽ അദ്ദേഹത്തിൻ്റെ ഇത് ക്യാരക്ടർ അങ്ങനെ പേരുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ വിനായകൻ ചേട്ടന് ആദ്യമേ ക്യാരക്ടറിൻ്റെ മീറ്റർ മനസ്സിലാവുകയും തുടക്കം തൊട്ട് ഡേ 1 തൊട്ട് അദ്ദേഹം പിന്നെ നമ്മുടെ ലാസ്റ്റ് പാക്കപ്പ് ദിവസം വരെയും ആ ഒരു പരിപാടി തന്നെ ത്രൂ ഔട്ട് പിടിച്ചു പോയി. അതുകൊണ്ടാണ് എനിക്കൊന്നൊരു പുതിയ ഭാഷ്യം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് അദ്ദേഹം പുതിയൊരു ഭാഷ്യം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഈവൻ ഡയലോഗ്സിലാണെങ്കിൽ പോലും അദ്ദേഹം കുറച്ച് ലൗഡാണല്ലോ നമ്മുടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലൊക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു വിനായകൻ ചേട്ടന് കാണിച്ചു കൊടുക്കാൻ പറ്റും. അദ്ദേഹം അതിൽ തൃപ്തനാണെന്നാണ് എൻ്റെ വിശ്വാസം. വിനായകൻ്റെ ഫാൻസിന് വേണ്ടിയിട്ട് അവസാന സീനുകളിൽ അദ്ദേഹത്തിനൊരു വിളയാട്ടം പരിപാടികളുണ്ട്. ആ നത്തെന്നുള്ള പേര് എനിക്ക് എങ്ങനെയാണ് വന്നതെന്ന് അങ്ങനെ കുറേ സീനുകൾ. അല്ല അതങ്ങനെയാണ്. അത് മീൻസ് ഞാൻ പറഞ്ഞില്ലേ ആ ക്യാരക്ടർ അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നത് നമ്മൾ. അപ്പം അത് എപ്പോഴാണ് റിവീൽ ചെയ്യുന്നതിന് നത്തിന് മാത്രമേ അറിയുള്ളൂ, എപ്പോഴാണ് റിവീൽ ചെയ്യേണ്ടതെന്ന്. ആ ചെയ്യേണ്ട സമയത്ത് അയാളുടെ ക്യാരക്ടർ റിവീൽ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ ഈ സിനിമയിൽ ഇപ്പോൾ ഈ പ്രധാന കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ വിനായകൻ്റെ കൂടെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്ന ജിബിൻ ഗോപിനാഥ്, അദ്ദേഹം ഒരു ഒറിജിനൽ പോലീസുകാരനാണ്, ഒരു പോലീസ് ഓഫീസറാണ്. അതിൻ്റെ ഒപ്പമാണ് അദ്ദേഹം സിനിമ അഭിനയം തുടരുന്നത്. അപ്പോൾ ഈ അടുത്ത് DSC റയിലെ അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, വലിയ ഭാരങ്ങളൊന്നും തലയിലില്ല, കഥയുടെ ഒരു കഥാഗതിക്കനുസരിച്ച് അങ്ങനെ ഒഴുകി നീങ്ങുന്ന ഒരു കഥാപാത്രം.
എന്നാൽ ചില സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സംശയങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരുടെ സംശയങ്ങൾ കൂടിയാണ്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം സ്ക്രീനിൽ ചോദിക്കുന്നത്. അപ്പോൾ ജിബിൻ എന്നുള്ള ഒരു ആർട്ടിസ്റ്റിനെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിലേക്ക് എത്തുന്നതൊക്കെ എങ്ങനെയാണ്? ആ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ പോലീസ് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതും ഇതുപോലെ പറഞ്ഞ പോലെ ഇപ്പോൾ അച്ഛൻ്റെ ഒപ്പമുള്ള ഒരു ജീവിതം ഇങ്ങനത്തെ കഥകൾ എഴുതാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഈ ജിബിൻ്റെ അനുഭവങ്ങളൊക്കെ ഇതിലേക്ക് പ്രേരകമായിട്ടുണ്ടോ? അതുപോലെ ജിബിൻ ചേട്ടൻ ആക്ച്വലി നമ്മൾ ആ ക്യാരക്ടർ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓർഡർലിയായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ത്രൂ ഔട്ട് സിനിമയുടെ ആ പ്രോസസ്സ് മൊത്തം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആഗ്രഹം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സംസാരിച്ചതുപോലെ തിരുവനന്തപുരം ഭാഷ നമുക്ക് അനുയോജ്യമായ ഒട്ടും ആയാസകരമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ഒരാളൊക്കെ അദ്ദേഹം തിരുവനന്തപുരമാണ്. അദ്ദേഹം കുട്ടമ്പിള്ള പോലീസ് എന്ന് പറഞ്ഞ കേരള പോലീസിന് വേണ്ടി ഒരു സീരീസൊക്കെ ചെയ്ത് ഇങ്ങനെ വരുന്നൊരു സെഗ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ നന്നായി തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കും. അപ്പോൾ അദ്ദേഹം ഓൾറെഡി നോട്ടഡ് ആയിരുന്നു നമുക്ക്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് ഈ ക്യാരക്ടർ ജിബിൻ ചേട്ടൻ ചെയ്താൽ രസകരമായിരിക്കും. പക്ഷേ ജിബിൻ ചേട്ടൻ ആ സമയം വരെ അങ്ങനെ ഒരു സിനിമയിൽ ത്രൂ ഔട്ടായിട്ട് നിന്ന് പെർഫോം ചെയ്തിട്ടില്ല. ചേട്ടന് ചെറിയ ചെറിയ റോൾസൊക്കെ ആയിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ജിബിൻ ചേട്ടൻ ഓൾറെഡി ഉണ്ട്. കാരണം ഭാഷ അദ്ദേഹം ഭയങ്കര ഈസി ആയിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ മമ്മൂക്കയോട് ഇങ്ങനെ സംസാരിച്ച് ആ ക്യാരക്ടർ ആര് ചെയ്യും എന്നുള്ള 1-2 സജഷൻസൊക്കെ വന്നു. നമുക്ക് വന്ന കൂട്ടത്തിൽ മമ്മൂക്ക തന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു, എന്നാൽ നമുക്ക് ജിബിനൊന്ന് നോക്കിയാലോ എന്നുള്ള രീതിയിൽ. അപ്പം പറഞ്ഞ സാർ അത് തന്നെയാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. ജിബിൻ ചേട്ടനും ഭാഷ നന്നായി സംസാരിക്കും എന്നുള്ള രീതി. അങ്ങനെ ജിബിൻ ചേട്ടൻ്റെ നമ്മുടെ ഷൂട്ട് തുടങ്ങുന്നതിന് എനിക്ക് തോന്നുന്നു 2-3 ദിവസം മുമ്പ് ഞാൻ 2-3 ദിവസം ഞാനാണ് വിളിച്ച് ഫുൾ എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കുന്നത്. നമ്മൾ നാഗർകോവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് തുടങ്ങുന്നത് 2 ദിവസം മുന്നേ. അപ്പോൾ ഞാൻ വിളിച്ച് ഫുള്ള് സ്ക്രിപ്റ്റായിട്ട് തന്നെ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് പ്രോസസ്സ്, ഇതാണ് ത്രൂ ഔട്ടുണ്ട്, ഇതാണ് പരിപാടി. പിന്നെ പോലീസുകാരനായതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. അദ്ദേഹം അത് ഗംഭീരമായി ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് ഡയറക്റ്റ് ഒരേ ഫ്ലോയിൽ പോകുന്ന ഒരു കഥാഗതിയാണ്. അതേസമയം തന്നെ ചില രീതിയിലുള്ള ചില ഫ്ലാഷ് ബാക്ക് കട്ടുകൾ, ചില നോൺ ലീനിയർ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു എഡിറ്റിങ്ങിന് ഒരുപാട് സാധ്യതയുള്ള ഒരു സിനിമയാണ്. ഒരു എഡിറ്ററുടെ ഒരു കോൺട്രിബ്യൂഷൻസ് പലപ്പോഴും നമ്മൾ ഒരു ഡയറക്ടറുടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് പറയുമ്പോൾ ഒരു ക്യാമറമാനും ഒരു എഡിറ്ററുമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു എഡിറ്ററുടെ ഒരു സംഭാവനകൾ ഈ സിനിമയിൽ? നമ്മൾ സ്ക്രിപ്റ്റിൽ ഞാൻ പറയില്ലേ, നമ്മൾ സ്ക്രിപ്റ്റ് നോൺ ലീനിയർ നറേറ്റീവ് ആയിരുന്നു. അപ്പം സ്ക്രിപ്റ്റ് ബൗണ്ടഡ് സ്ക്രിപ്റ്റ് ആയപ്പം തന്നെ ആ ഒരു നോൺ ലീനിയർ നറേറ്റീവിൽ ഓൾമോസ്റ്റ് എഡിറ്റഡ് കോമ്പാക്ട് സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പോൾ അതോടൊപ്പം നമുക്ക് പ്രവീൺ ചേട്ടൻ അതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ പ്രവീൺ ചേട്ടൻ നമ്മളോടൊപ്പം നല്ലോണം ബ്ലെൻഡായി. ശരിക്കും അതിൽ എനിക്ക് എല്ലാ ടെക്നീഷ്യന്മാരെയും പറയണം കേട്ടോ. അതായത് നമ്മുടെ ചീഫ് അസോസിയേറ്റ് ബോസേട്ടൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുപോലെ നമ്മുടെ DOP ഫൈസലേട്ടൻ, അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള DOP ആണ്. പ്രവീൺ ചേട്ടൻ പറയേണ്ട, പ്രവീൺ ചേട്ടൻ ഉസ്താദോടിൽ വളരെ ബാംഗ്ലൂർ ഡേയ്സ് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എഡിറ്ററാണ്. അപ്പോൾ ഇവർക്കൊന്നും ആ സീനിയോറിറ്റി കോംപ്ലക്സ് ഇല്ലാതെ ഇവരെല്ലാം നമ്മളോടൊപ്പം ഇൻവോൾവ് ചെയ്തെന്ന് സജഷൻസ് പറയുന്നു, ഇതിങ്ങനെയൊക്കെ ചെയ്താൽ നന്നാവും എന്ന് പറയുന്നു. അപ്പം എഡിറ്റർ എന്നുള്ള രീതിയിൽ പ്രവീൺ ചേട്ടൻ നല്ല രീതിയിൽ നമുക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ലെങ്തി പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഓരോ തവണയും നമ്മൾ റിവൈസ് ചെയ്ത് സ്ക്രിപ്റ്റിനെ കോമ്പാക്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം പ്രവീൺ ചേട്ടൻ കൂടി വന്നപ്പം അത് ടു ബി പ്രിസൈസ് നമുക്ക് ഭയങ്കര ഒരു രസകരമായ ഒരു കോമ്പാക്റ്റ് രീതിയിൽ ഡെലിവർ ചെയ്യാൻ പാകുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് വന്നു. സിനിമാറ്റോഗ്രാഫിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ബ്ലൂ റെഡ് ഷെയ്ഡിലുള്ള ഒരു കളർ പാറ്റേൺ പല ഇതിലുണ്ട്. പ്രത്യേകിച്ച് ഈ ലോഡ്ജുകളിലേക്ക്, ഒരു നരച്ച ലോഡ്ജുകളിലെ നമ്മളീ പറയുന്ന ഹോട്ടലിലേക്ക് അത്രയും ഒരു ഹൈഫൈ ഹോട്ടലല്ല, എന്നാൽ അതേസമയം തന്നെ ഒരു ലോഡ്ജാണ്, പക്കാ ലോഡ്ജാണ്. പക്ഷേ ആ ലോഡ്ജുകൾ തന്നെ ഇതിലൊരു കഥാപാത്രമാണ്. ഈ സ്റ്റാൻലിദാസിൻ്റെ പല ക്രൂരകൃത്യങ്ങൾക്കും പശ്ചാത്തലമാകുന്ന ഹോട്ടൽ മുറികൾ അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ തൂവാനത്തുമ്പികളൊക്കെ ഈ ക്ലാരയും ജയകൃഷ്ണൻ സന്ധിക്കുന്നത് പോലെയുള്ള ഹോട്ടൽ മുറികൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് പലപ്പോഴും. അതുപോലെയാണ് ഇതിലെ ലോഡ്ജുകൾ. ഛായാഗ്രഹണം എന്ന ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെയധികം ഐഡൻറ്റിറ്റി ഉള്ള ഈ കഥാഗതിയുടെ ഒപ്പം തന്നെ ഒഴുകിപ്പോകുന്ന ഒരു ഛായാഗ്രഹണമായിരുന്നു ഈ സിനിമയിലുള്ളത്. അത് ഫൈസലേട്ടൻ ഇതുപോലെ നമ്മൾ ഫൈസലേട്ടനിലേക്ക് എത്തി. ഫൈസലേട്ടൻ നമ്മളുടെ പ്രീ പ്രൊഡക്ഷനിൽ വന്നു. അപ്പം ഫൈസലേട്ടൻ സ്ക്രിപ്റ്റ് വായിച്ചു. പുള്ളി അതിലേക്ക് ഇന്നായപ്പം പുള്ളിക്കൊരു പുതുമ നൽകിയാൽ, അതായത് പുള്ളി ഇതുവരെ ചെയ്യുന്ന പരിപാടികളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത. ചെയ്തിട്ടുള്ള സിനിമകളാണെങ്കിൽ ഓർഡിനറി, വളരെ കളർഫുൾ ആയിട്ടുള്ള മധുരനാരങ്ങ, സുഗീതിനൊപ്പമുള്ള സിനിമ. അപ്പം പുള്ളിക്കൊരു ഫ്രഷ്നെസ് ഇതിൽ തരണമെന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് വെച്ചിട്ട് അപ്പം നമ്മൾ ആക്റ്റീവ് ഡിസ്കഷൻസ് നടക്കും. അപ്പം നമ്മൾ പല കളർ ടോണുകളെ പറ്റി സംസാരിക്കുന്നു, ഇതിലെങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളത്.
അങ്ങനെ ഒരു വാമത്ത് പരിപാടി, ഒരു ലൈറ്റ് വാമത്ത് പരിപാടി പിടിക്കാം. റെഡിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മുടെ ഈവൻ പോസ്റ്റേഴ്സൊക്കെ നോക്കിയാലും ടൈറ്റിൽ ഫോണ്ട് നോക്കിയാലും നമ്മൾ അതിനൊരു പ്രാധാന്യം കൊടുത്തു. ഇപ്പം മമ്മൂക്കയുടെ ഈവൻ കോസ്റ്റ്യൂംസിലാണെങ്കിലും നമ്മൾ പല രീതിയിലും നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പം ഇങ്ങനൊരു ഇതൊക്കെ പിടിക്കുമ്പോൾ ഫൈസലേട്ടൻ യാതൊരു തരത്തിലുള്ള പുള്ളി, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സീനിയറാണ്, പക്ഷേ പുള്ളി നമുക്കൊപ്പം സഞ്ചരിച്ചു, നമുക്കൊപ്പം കൂടെ നിന്നു. എന്ത് പറഞ്ഞാലും ഫൈസലേട്ടൻ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പം അത് ഫൈസലേട്ടൻ്റെ കോൺട്രിബ്യൂഷനും എടുത്ത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും 2 സിനിമകൾ, ആദ്യത്തെ സിനിമയിൽ ഇതുപോലെ തന്നെ എഴുത്തിൽ പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ 2ാമത്തെ സിനിമ സംഭവിച്ചു. സിനിമ വലിയ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ സിനിമ ഒരു സഫലമാക്കിയതിന് പുറകിൽ ഒരു വലിയ ഡ്രീമായിരിക്കും തീർച്ചയായിട്ടും. ആരൊക്കെയാണ് ഇതിൻ്റെ ഒരു തുടക്കത്തിലുള്ള നമ്മുടെ ഒരു ഇന്ധനം എന്ന് പറയുന്നത്? സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കൾ അഫ്കോഴ്സ് ഉണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു 15 വർഷമായി ശരിക്കും ഞാൻ സിനിമയിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിത്തിരിക്കും. 15 ഇതിനും അതെ, ഒരുമിച്ച് ബിടെക് പഠിക്കുന്ന കാലം തൊട്ട് സിനിമ സ്വപ്നം കണ്ടതാണ്, 3rd ഇയർ തൊട്ട്. അപ്പം ഇതിപ്പോൾ നടക്കുക, കാരണം ഭയങ്കര അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. സക്സസ് റേഷ്യോ വളരെ കുറവാണ്. നമ്മളൊക്കെ ഇന്ന് അറിയപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ 0.01-2% വരുന്ന ആൾക്കാരാണ്. ബാക്കിയുള്ള ഫെയിലുവർ കൂടുതലുള്ള ഒരു മേഖലയാണ് ഇവിടെ. അപ്പോൾ അവരെയൊന്നും ആൾക്കാർ തിരിച്ചറിയാതെ പോവുകയാണ്. അപ്പോൾ അങ്ങനൊരു നമുക്ക് ഈ ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഫീൽഡിൽ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം വളരെ ആവശ്യമാണ്. അതിപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും ശരി തന്നെയാണ്, നമ്മുടെ സൗഹൃദങ്ങൾ ആണെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കിതിൽ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, പക്ഷേ ജോലിക്കിടയിൽ നിന്ന് ഇത് ചെയ്യുന്നതിനോട് വീട്ടിൽ ആദ്യകാലങ്ങളിൽ എതിർപ്പായിരുന്നു. സിനിമ എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവർ മാറി. ഇപ്പം മമ്മൂക്ക പടം ചെയ്തപ്പോഴത്തേക്കൊക്കെ അതിന് മുമ്പ് തന്നെ മാറി എതിർപ്പ്. മാത്രമല്ല പടം വിജയിക്കുകയും ചെയ്തു. ഒരു പടം സിനിമ, നമ്മൾ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുക എന്നുള്ളതിനപ്പുറം സിനിമ കമേഴ്ഷ്യലായിട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. അല്ലെ, സക്സസ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു 4-5 വർഷം മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളിനി എത്ര പറഞ്ഞാലും ഇങ്ങോട്ട് തന്നെ ആയിരിക്കും പോക്കുക എന്നുള്ളൊരു ചിന്തയും കൂടി വന്നു. പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പം ആ ഒരു രീതിയിലുണ്ട്. വൈഫിൻ്റെ സപ്പോർട്ടും എനിക്ക് ത്രൂ ഔട്ട് കിട്ടിയിട്ടുണ്ട്. സുഹൃത്തുക്കളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് എന്നെ മനസ്സിലാക്കിയൊരു 3-4 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അത് എൻ്റെ വർക്ക് സ്പേസിൽ നിന്ന് എനിക്കുണ്ടായതാണ്. ശബരി എന്ന് പറയുന്നൊരു സുഹൃത്ത്, സുമേഷ്, അച്ചു, ഞാൻ പേരെടുത്ത് പറയാൻ കാര്യം അവരൊക്കെ എനിക്ക് അത്രയും എല്ലാവരും തിരുവനന്തപുരത്ത് തന്നെയുള്ളവരാണ്. എല്ലാവരും തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ്. 5 പേരുണ്ട്: ശബരി, സുമേഷ്, അച്ചു, ഇതുപോലെ ഗോകുൽ, ബിനോയ്, പിന്നെ എൽസ, ഇങ്ങനെ ഒരു സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അതെ, പിന്നെ ടെറി എന്ന് പറയുന്ന എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചപ്പോൾ അപ്പോൾ ഇവരൊക്കെ നമുക്ക് നമ്മൾ വീണു പോകാവുന്ന മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും നമുക്ക് കൂടെ നിന്നിട്ട് ഇല്ല, നമ്മൾ കറക്റ്റ് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അതൊരു വല്ലാത്ത ഇന്ധനമാണ്, നമ്മളെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോഴും നമ്മുടെ ഇങ്ങനെ കളങ്കാവിൽ മേ ബി എന്നെക്കാട്ടിലും കൂടുതൽ സംസാരിക്കുന്ന അവരാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്, അവരുടെ ഒരു സന്തോഷവും അഭിമാനമാണ് നമ്മൾ. അതെ അതെ. അപ്പോൾ ഈ സിനിമ വലിയ വിജയമായി. തൊട്ടുമുമ്പ് ചെയ്തത് കുറുപ്പ്. 2 സിനിമയുടെയും ഒരു ജോണർ നോക്കുമ്പോൾ ഒരു കുറ്റാന്വേഷണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെയാണ്. പുതിയ ഒരു പ്രൊജക്റ്റ്, ഇതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആലോചിക്കുന്നത്, അതോ ഈ വഴിയിൽ തന്നെ ഇനിയും കുറേ കൂടി ഖനനം ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടോ? ഞാൻ പറയില്ല, എനിക്കൊരു ത്രില്ലർ ജോണറിൽ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഇനിയും കുഴിക്കാനുണ്ട്, ആക്ച്വലി ചെയ്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം പിന്നെ റൊമാൻസിൽ ഒരു പരിപാടി ചെയ്താൽ കൊള്ളാമെന്നൊരു ഭയങ്കര താല്പര്യമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് മാസ് പരിപാടിയിലേക്ക് ഒരു താല്പര്യമുണ്ട്. എന്തായാലും ചെയ്തു വെച്ചേക്കുന്നതിൽ ത്രില്ലർ ഇനി വരാനുണ്ട്. ഈ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ടായിരിക്കും, കാരണം നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായിരിക്കും. ഒരു കൗതുകത്തിൽ ചോദിക്കുകയാണ്, മലയാളത്തിൽ ഒരുപാട് ഈ ജോണറിൽ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് മുമ്പേ ചെയ്തു പോയ ഇത്തരം ജോണറിലുള്ള സിനിമകളിൽ ഏറ്റവും പ്രിയപ്പെട്ടൊരു സിനിമ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും? ഒരുപാടുണ്ട്, അങ്ങനെ ഒരെണ്ണം പറയാം. കെ ജി ജോർജ് സാറിൻ്റെ യവനിക ഒക്കെ ഭയങ്കര താല്പര്യമുള്ള മൂവിയാണ്. പിന്നെ പത്മരാജൻ സാറ് പറയാതെ വയ്യ. സിനിമയായിട്ട് എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യില്ല, എന്നാലും കെ ജി ജോർജ് സാറും പത്മരാജൻ സാറും ഒക്കെ ഭയങ്കര നമ്മളെ സ്വാധീനിച്ച എം ടി സാറൊക്കെ സ്വാധീനിച്ച എഴുത്തുകാരാണ്. എം ടി സാറിൻ്റെ ഒക്കെ ഉത്തരം എന്നുള്ള സിനിമ പുള്ളിയുടെ ഒരു സേഫ് സോണിൽ നിന്ന് മാറിയിട്ട് പുള്ളി ചെയ്ത ഇതുപോലെ ഒരു അന്വേഷണം, ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ള. കളങ്കാവിലേക്ക് എത്തിയപ്പോൾ സ്റ്റാൻലി ദാസ് സ്വാഭാവികമായിട്ടും ഭാസ്കര പട്ടേലിൻ്റെ ഒരു സ്വാധീനം നമുക്കുണ്ടായിട്ടുണ്ട്. കാരണം പറഞ്ഞില്ലേ, കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട ഒരു സാധനമാണ്. അപ്പോൾ നമുക്കതിൽ കാലങ്ങളോളം സംസാരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ മമ്മൂക്കയ്ക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതൊരു ഭാഗ്യമാണ്.
അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്യാരക്ടറുകളൊക്കെ ഒരു ഷെയ്ഡിൽ ഒരു ചിരി നമ്മുടെ ഫേസിലുള്ള ചില ചിരികൾ, മമ്മൂക്കയുടെ ഒരു ചിരി അതിനകത്ത് പല സ്ഥലങ്ങളിലും ഒരു ഡെവിലിഷായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു ചിരിയാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൽ താങ്കളുടെ മുഖത്ത് ആ ചിരി ഭയങ്കര ഒരു ഐഡൻറ്റിറ്റി ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ആക്ടിങ്ങിലേക്ക് നമ്മൾ ഈ ഓഫ് സ്ക്രീൻ പരിപാടികളിൽ നിന്ന് മാറി ഓൺ സ്ക്രീൻ പരിപാടികൾ ചിന്തയിലുണ്ടോ? ഇല്ല അഭിനയിക്കാൻ പറ്റില്ല. കാരണം ഒരു കൃത്യമായിട്ടുള്ളൊരു ക്യാരക്ടർ ഫേസിലുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു ഫിഗറും ഉണ്ട്. രണ്ട് രീതിയിലും എനിക്ക് തോന്നുന്നു ഒരു ചോക്ലേറ്റ് ഫേസ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയുണ്ട്. അതേസമയം തന്നെ ചില ചിരികൾ വരുമ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലെ സ്റ്റാൻലി ദാസിന്റെ പോലെയുള്ള ചില ക്രൂരമായിട്ടുള്ള ചില ലുക്കുകൾ ഓഫീസിൽ തന്നെ പറയുന്നുണ്ട്, സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇപ്പൊ സമീപ ഭാവിയിലൊന്നും അങ്ങനത്തെ ചിന്തകളില്ല. ഇല്ല, അഭിനയം ഒരിക്കലും എന്നെ ഫാന്റസൈസ് ചെയ്തിട്ടില്ല. പക്ഷേ മേക്കർ നല്ല പടങ്ങൾ ചെയ്യാൻ സാധിക്കുക, എഴുതാൻ സാധിക്കുക, ഡിറക്ടോറിയൽ എപ്പോഴും ഒരു ക്രൈസാണ്. സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ട്, അവിടെ ചെയ്യാൻ സാധിക്കും. മീൻസ് അതൊരു ഭയങ്കര ആഗ്രഹമാണ് നമുക്ക്. സ്വാഭാവികമായിട്ടും ഇപ്പം കളങ്കാവിൽ സംഭവിച്ചു, അതുപോലെ അതും സംഭവിക്കട്ടെ എന്നുള്ളൊരു വിശ്വാസം മനസ്സിലുണ്ട്. മമ്മൂക്ക സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നീട് കൂടിക്കാഴ്ചകളുണ്ടായോ? ഫോണിൽ ഓഫ് കോഴ്സ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. നേരിട്ട് കാണാനോ? ഇല്ല, അന്നേ ദിവസം തന്നെ മമ്മൂക്ക വീട്ടിലോട്ട് വിളിച്ചു. അതെ, നമുക്ക് വീട്ടിലോട്ട് വിളിക്കുന്നു, നമ്മൾ ചെല്ലുന്നു. എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നതാണല്ലോ മമ്മൂക്കയോടൊപ്പം ഒന്ന് ഇരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ വീട്ടിലോട്ടൊന്ന് കയറി ചെല്ലാൻ സാധിക്കും. അപ്പോൾ മമ്മൂക്കനെ നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് പോയത്. അപ്പോൾ എക്സൈറ്റ്മെൻറ്റിൽ പോകുമ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ പ്രേക്ഷകരുടെ റെസ്പോൺസ് എല്ലാം നമുക്ക് കിട്ടി. പോസിറ്റീവ് ഫീഡ്ബാക്കാണ് എന്നുള്ള രീതിയിൽ. അപ്പം ചെന്ന് കയറിയപ്പോൾ മമ്മൂക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് കൈ നീട്ടി കൺഗ്രാജുലേഷൻസ് എന്നാണ് സാർ ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും ഇനി എത്ര അവാർഡ് കിട്ടിയാലും ലെജൻഡറി ആയിട്ടുള്ള ഒരാളാണ് നമ്മളെടുത്ത് പറയുന്നത് കൺഗ്രാജുലേഷൻസ്. അപ്പോൾ അത് അറിയാലോ, മമ്മൂക്കയാണത് പറയുന്നത്. മാത്രമല്ല മമ്മൂക്കയുടെ ഒരു 2 സിനിമകൾ കഴിഞ്ഞിട്ട് വലിയൊരു ഇടവേള, എനിക്ക് തോന്നുന്നു കോവിഡ് പീരീഡിൽ ഒഴിച്ച് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു ഇടവേള സംഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് ആ വലിയ കാത്തിരിപ്പിന് ശേഷം വരുന്നൊരു സിനിമയാണ്. ആ സിനിമ വലിയ ഹിറ്റാവുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ ആരാധിക്കുന്ന എല്ലാവരുടെയും വലിയൊരു ആഘോഷം കൂടിയാണ്. അതെ, കാരണം മമ്മൂക്കെ നമ്മൾ ജനിച്ച കാലം തൊട്ട് കാണുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ മമ്മൂക്ക ഇല്ലാത്ത ഒരു തരത്തിലുള്ള ആഘോഷ പരിപാടികൾ നമുക്കില്ല. മമ്മൂക്കയും ലാലേട്ടനും അതെ, രണ്ടുപേരും. പക്ഷേ മമ്മൂക്ക ഇതുപോലെ ഒരു ഗ്യാപ്പ് വന്നു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ലോഞ്ച് ചെയ്യുന്നൊരു പടം എന്നുള്ള രീതിയിൽ നമുക്കൊരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയുള്ളൊരു പടമല്ലല്ലോ, ബേസിക്കലി ഇതൊരു ആഘോഷ ചിത്രമല്ല, ഇതിലൊരു കഥാഗതി അതങ്ങനെ ഒരു നറേറ്റീവ് സ്ട്രക്ചർ വെച്ച് പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ടെൻഷനൊക്കെ പടം റിലീസ് ചെയ്തതോടുകൂടി മാറി. അതുപോലെ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ പല ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ സ്പോയിലറാണ്, പക്ഷേ ഒരുവിധം എല്ലാവരും കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ചെറുതായിട്ടൊക്കെ ചർച്ചയാവാന്ന് കരുതുന്നു. അപ്പോൾ ക്ലൈമാക്സ് സീനിലാണ് വെളിപ്പെടുന്നത് അവിടെ ഉണ്ടായിരുന്ന ലോഡ്ജിൽ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ആള് ഇദ്ദേഹം മുമ്പ് കൊല ചെയ്യപ്പെട്ട ആളുടെ പിതാവാണോ? അതേസമയം തന്നെ വേറൊരു സീനിൽ അദ്ദേഹം ഒരു സല്യൂട്ട് നൽകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകനായിരുന്നു, വിനായകൻ്റെ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ജയകൃഷ്ണൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഒരു പോലീസുകാരനായിരുന്നു. അതുപോലെ തന്നെ ഒരു സീനിൽ ഗായത്രിയുടെ ക്യാരക്ടർ ആ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പലരുടെയും ഡൗട്ട് ഈ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു ഈ പറഞ്ഞ കക്ഷി. അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു റൈറ്റർ എന്ന രീതിയിൽ അതിന് ഉത്തരം പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. ഉത്തരം പറയാം, അത് ബേസിക്കലി ആ സീൻ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ ആക്ച്വലി നേരത്തെ പറഞ്ഞ വിനോദ് ഗാന്ധി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഒരു പോലീസുകാരനായിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ആൾക്കാർക്ക് ചിന്തിക്കാൻ കൂടി സ്പേസ് അതിൽ വയ്ക്കണം എന്നുള്ള ധാരണ നമുക്ക് ആവശ്യമില്ല. ഇല്ല. കാരണം നമ്മൾ ത്രൂ ഔട്ട് നോൺ ലീനിയർ പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. നറേറ്റീവ് മൊത്തം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് കുടുംബ പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെ ഇപ്പോൾ വലിയ കാര്യമാണ്. നോൺ നറേറ്റീവ് ആയിരുന്നിട്ടും ആൾക്കാർ, കാരണം 1-2 ശ്രദ്ധ മാറിയാൽ, കാരണം നമ്മൾ ഓൾമോസ്റ്റ് 24-25ഓളം സ്ത്രീ കഥാപാത്രങ്ങൾ കയറി വരുന്നു. പലരുടെയും പേര് എനിക്കിതിനെ തെറ്റിപ്പോകും. ദിവ്യ, വിദ്യ, വിജ, കുറേ പേരുണ്ട്. അപ്പോൾ എനിക്കിന്നെ ഇപ്പോഴും തെറ്റിപ്പോകും. പക്ഷേ ആൾക്കാർ ത്രൂ ഔട്ട് നമ്മളോടൊപ്പം സഞ്ചരിച്ച് ക്ലൈമാക്സിലെത്തുമ്പോൾ അവർക്ക് ഒരു ചിന്തിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അത് ഡിസൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ തന്നെയാണ് അത് ഇട്ടിരുന്നതും. അദ്ദേഹത്തിൻ്റെ മകളാണെന്നുള്ള രീതിയിലോ അദ്ദേഹം പോലീസുകാരനാണെന്നുള്ള രീതിയിലോ ആൾക്കാർ ചിന്തിക്കട്ടെ. അല്ല, അദ്ദേഹം പോലീസുകാരനാണ് ബേസിക്കലി. വിനായക ചേട്ടന് ആറ്റീസ് പോസ്റ്റർ കൊടുക്കുമ്പോഴേ അദ്ദേഹം പോലീസുകാരനാണെന്ന് നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഗായത്രിയുടെ ക്യാരക്ടറും. ഇതുപോലെ ഒരു എമ്പത്തി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടർ ത്രൂ ഔട്ട് ബിൽഡ് ചെയ്ത് വന്ന് ആ പ്രോസസ്സിലേക്ക് സ്റ്റാൻലിയെ ഗൈഡ് ചെയ്തുകൊണ്ട് വരണം എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. അതോടൊപ്പം ഈ ക്യാരക്ടർ
അതിലൊരു എസെൻസ്, ആഡ് ഓൺ എസെൻസ് കൊടുക്കാൻ വേണ്ടി 1-2 നമ്മളൊരു ഡയലോഗ്സിൽ ഗായത്രി ഡയലോഗ്സ് കൊടുത്തിരുന്നു. അത് പ്രേക്ഷകർ അവരുടെ ചിന്താ ഭാവനാശേഷിക്ക് അനുസരിച്ചിട്ട് കൊണ്ടുപോകട്ടെ. അതെ, അവർക്കത് ഫില്ല് ചെയ്യാന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മളായിട്ട് കൊടുക്കേണ്ടതില്ല. അല്ല. പ്രത്യേകിച്ചും ഈ സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തിയേറ്ററിൽ അധികം പേരായിട്ട് ഓടുന്നു. ക്രിസ്മസോട് കൂടിയിട്ട് ചിലപ്പോൾ പുതിയ സിനിമകളൊക്കെ വരുമ്പോൾ ഈ ഒരു വലിയ തിരക്കിൽ നിന്ന് ചിലപ്പോൾ മാറാം. അതേസമയം തന്നെ ഇത് OTT-യിൽ ഇനി ഇതിൻ്റെ ഒരു 2ാം പിറവി കാത്തിരിക്കുന്നുണ്ട്. OTT-യിൽ വരുമ്പോഴായിരിക്കും ഇതിൻ്റെ കൂടുതൽ ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ വരും. കാരണം സ്റ്റാൻലി ദാസ് റൂമിലിരുന്ന് വരയ്ക്കുന്ന ചിത്രങ്ങളെ പറ്റിയും അതിന്റെ നിറങ്ങളെ പറ്റിയും അപ്പൊ ഇപ്പൊ 1-2 പേരൊക്കെ ഇടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ടൈറ്റിലിനെ ചുവന്ന പച്ച അപ്പൊ ഇതിനെ പറ്റിയും ഒക്കെ ഒരു പിന്നെ നമ്മളൊരു മണ്ടാഷ വിനായൻ ചേട്ടന്റെ ഡയലോഗിലും ഒരു മോണോലോഗിലും നമ്മളത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല പല ചർച്ചകളും അപ്പൊ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നല്ല സന്തോഷം. കാരണം നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ആൾക്കാർ കിട്ടി സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. മാത്രമല്ല ആൾക്കാർ ഇത് ഇപ്പൊ സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുറെ കൂടി ഏകാഗ്രത കിട്ടുന്നുണ്ട്. OTT പ്രേക്ഷകരെ സംബന്ധിച്ച് അവര് പലവിധ പരിപാടികളിൽ ചെയ്യുന്ന സമയത്ത് സിനിമ ഇങ്ങനെ ഓണാക്കിയിട്ടുണ്ടായിരിക്കും. ഇവിടെ കുറെ പരിപാടി നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇത്തരം സിനിമകൾ നമ്മൾ കുറച്ചു നേരം കണ്ട് വേറൊരു പരിപാടിയിൽ ഏർപ്പെട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ആളും മാറി സീനും മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരത് റീവൈൻഡ് അടിച്ച് കണ്ട് പിന്നെ അതിൻ്റെ വിമർശനമാണെങ്കിലും പ്രോത്സാഹനമാണെങ്കിലും അതിൻ്റെ ആസ്വാദനമാണെങ്കിലും അത് കുറിപ്പിട്ടു, സോഷ്യൽ മീഡിയ ഇട്ടു. അങ്ങനെ തീർച്ചയായിട്ടും ഇതിൻ്റെ അടുത്ത ഒരു യുഗപ്പിറവി ഇനി ഇരിക്കുന്നത് OTT-യിലാണ്. OTT-യിൽ തീർച്ചയായിട്ടും ഇതൊരുപാട് ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം കുടുംബത്തെ പറ്റി നമ്മൾ ഫാമിലിയെ പറ്റി സംസാരിച്ചില്ല, സുഹൃത്തുക്കളെ പറ്റി എല്ലാവരെ പറ്റി സംസാരിച്ച്. കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും വലിയ ഘടകമാണ് ഈ ഒരു ഫീൽഡിൽ. ഞാൻ നേരത്തെ പറഞ്ഞു, സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ നമുക്ക് നിലനിൽക്കുക നമുക്ക് പറ്റില്ല. പല സാഹചര്യങ്ങളും നമ്മൾ വീണു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ത്രൂ ഔട്ട് എൻ്റെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനമ്മ. സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ നിന്നാണ് ഞാൻ ഈ പ്രൊസീജിയറൽ പരിപാടിയെല്ലാം പഠിച്ചത്. പോലീസുകാരനായ അച്ഛൻ. അതെ. കാരണം അച്ഛൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ പോലായിരുന്നു. അപ്പം അച്ഛൻ അന്വേഷണ രീതികളെ പറ്റിയും അദ്ദേഹം വന്നു പോകുന്ന സാഹചര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു. അച്ഛൻ സിനിമ കണ്ടോ? അച്ഛൻ സിനിമ കണ്ടു. അച്ഛന് ഇഷ്ടപ്പെട്ടു. അതൊരു വലിയ ഭാഗ്യമായിരുന്നു. കാരണം എനിക്ക് ടെൻഷനായിരുന്നു. കാരണം നമ്മുടെ പടത്തിൽ തന്നെ FIR ഒക്കെ യൂസ് ചെയ്യുന്നത് എല്ലാം ഞാൻ അച്ഛൻ്റെ അച്ഛൻ 1-2 കോപ്പീസൊക്കെ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെയാണ് റെഫറൻസ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞ് തന്നായിരുന്നു. അപ്പം അച്ഛൻ്റെ നിന്ന് ഞാൻ നല്ല രീതിയിൽ ഇൻപുട്സ് എടുത്തിട്ടുണ്ടായിരുന്നു പടത്തിന് വേണ്ടിയും. അപ്പോൾ അത് കാണാൻ അച്ഛനും ആഗ്രഹിച്ചിരുന്നു. പിന്നെ അതിനുശേഷം അച്ഛൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു. അപ്പോൾ അച്ഛന് തൃപ്തിയായതുകൊണ്ടാണ്. പിന്നെ അച്ഛൻ അങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ആളൊന്നും അല്ല, എക്സ്പ്രസീവ് അല്ല. ഇല്ല അങ്ങനെ എക്സ്പ്രസീവ് ഒന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ അപ്പോൾ അച്ഛന് തൃപ്തനായിരുന്നു. അതെനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ അമ്മയും അതുപോലെ. അമ്മ വായന പ്രൊമോട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ തുടക്കകാലങ്ങളിൽ അവരുടേതായ രീതിയിലുള്ള സപ്പോർട്ട് അവർ തന്നിട്ടുണ്ട്. അതിനനുശേഷം വൈഫിൻ്റെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായി. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി. എന്തായാലും സിനിമ വലിയ വിജയമായി. എഴുത്തുകാരൻ കുറെ കൂടി ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ ഇനിയും ഇഷ്ടമുള്ള വഴികളിലൂടെ സഞ്ചരിക്കാനും ഇഷ്ടമുള്ള തിരക്കഥകൾ എഴുതാനും ഇടയിൽ സംവിധാനം ചെയ്യാനും സിനിമയുടെ ആ ഒരു ശ്വാസം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാനും എല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. കളങ്കാവലിൻ്റെ ഇനിയൊരു OTT യുഗം കൂടി നമ്മൾ കാത്തിരിക്കുന്നു. നന്ദി. താങ്ക് യു.